പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം കഴിഞ്ഞ 3 ദിവസമായി തിരൂരിൽ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടക്കുകയുണ്ടായി. ആ സമ്മേളനം ഈ ജില്ലയിൽ CPIM-നെ ശക്തിപ്പെടുത്താനും ഇടതുപക്ഷ മതേതര ശക്തികളെ ശക്തിപ്പെടുത്താനുമുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് കൈക്കൊണ്ടത്. ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലെ ഏത് പൗരന്മാരെയും ഉത്കണ്ഠാകുലരാക്കുന്നതാണ്, വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ കുറേയേറെ കാര്യങ്ങൾ അത് സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാനും ചില കാര്യങ്ങളാണ് അത് സംബന്ധിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2014 നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP ഗവൺമെൻറ് ആദ്യമായി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. എന്നാൽ BJPയുടെ ഗവൺമെൻറ് അതിന് മുമ്പുണ്ടായിരുന്നു. ഇവിടെ 1998 വാജ്പേയി പ്രധാനമന്ത്രിയായ ഒരു സർക്കാർ BJP നേതൃത്വത്തിൽ ഇന്ത്യയിൽ വരികയുണ്ടായി. ആ ഗവൺമെൻറ് 6 കൊല്ലമാണ് ഇന്ത്യ ഭരിച്ചത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പണ്ട് കോൺഗ്രസ് ചെയ്യാറുള്ളത് പോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മോദി അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് നല്ല ദിവസങ്ങൾ വരും എന്നായിരുന്നു ഒരു പ്രധാന മുദ്രാവാക്യം. ഓരോ കൊല്ലവും 2 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കും എന്നായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാതെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം ദുരിതങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന കാലത്ത് BJPയുടെ മുദ്രാവാക്യം കുറേ ആളുകൾ വിശ്വസിച്ചു. ഇന്ത്യയിലെ കുത്തക പത്രങ്ങൾ, മാധ്യമങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾക്കൊക്കെ വലിയ പ്രചാരവേല നൽകി. കുത്തക മുതലാളി വർഗത്തിന് കോൺഗ്രസിനെ പോലെ തന്നെയാണ് BJPയും. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യയിലെ കുത്തക മുതലാളി വർഗമാണ്, പാവപ്പെട്ട ജനങ്ങളല്ല. കോൺഗ്രസ് ഗരീബി ഹഠാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം, പാവങ്ങൾക്ക് ഗതിയേകൽ, ഇങ്ങനെ കുറേ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ നടപ്പാക്കിയില്ല. 1951 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പ് മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ഗവൺമെൻറ്റുകളെല്ലാം നടപ്പാക്കിയ നയങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതും ജനങ്ങൾക്ക് വിലക്കയറ്റമുണ്ടാക്കുന്നതും തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നതും ജനങ്ങളെ ദാരിദ്ര്യത്തിൽ തന്നെ തളച്ചിടുന്നതുമായ നയങ്ങളാണ്. അപ്പം മോദിയുടെ ഗവൺമെൻറ് വന്നാൽ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ കരുതുന്നില്ല. അതുകൊണ്ട് അവർ മോദിക്ക് അനുകൂലമായി വലിയ പ്രചാരവേലകൾ നടത്തി. പത്രങ്ങളിലൂടെ, ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ മോദിയെ ഒരു രക്ഷകനായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇദ്ദേഹത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എന്നെല്ലാമായിരുന്നു പ്രചാരവേല. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. ആദ്യത്തെ 5 വർഷം ഭരണം കഴിയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടു. BJP ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ അതേ പാതയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയത്. പുതുതായി തൊഴിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മോദി പറഞ്ഞിരുന്നു ഇന്ത്യയിൽ പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരും, മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇങ്ങനെ കുറേ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായില്ല. 2018 കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ വർഷം ദേശീയ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള
നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ സ്ഥിതിവിവരക്കണക്കുകൾ തയ്യാറാക്കുന്ന കേന്ദ്രത്തിൻ്റെ സ്ഥാപനം NSSO തൊഴിലില്ലായ്മ സംബന്ധിച്ചൊരു പഠനം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ പറയുന്നത് തൊഴിലെടുക്കാൻ കഴിയുന്ന പ്രായത്തിലുള്ളവരിൽ 29% ആളുകൾ ഒരു തൊഴിലുമില്ലാത്തവരാണ്. ഇത് കഴിഞ്ഞ 45 കൊല്ലത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തേക്കാളും കൂടിയ തൊഴിലില്ലാത്തവർ, വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, എന്തൊക്കെയാണ് ഇന്ത്യയിലെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ജനിച്ചു വളരുന്ന പാവപ്പെട്ട മനുഷ്യർ ജോലിക്ക് വേണ്ടി നാടുവിട്ട് പല നഗരങ്ങളിലേക്കും കുടിയേറുകയാണ്. അവരെയാണ് കുടിയേറ്റ തൊഴിലാളികൾ, കേരളത്തിലാണെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്, മറുനാടൻ തൊഴിലാളികൾ എന്നൊക്കെ പറയുന്നത്. ബീഹാർ, മധ്യപ്രദേശ്, ഒറീസ, ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഏതാണ്ട് 30 ലക്ഷമാണ്. അവരിന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നെങ്കിൽ കേരളത്തിലെ പല ജോലികളും നടക്കില്ല. കൃഷിപ്പണി ചെയ്യുന്നുണ്ട്, കെട്ടിട നിർമ്മാണ ജോലി ചെയ്യുന്നുണ്ട്, ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നുണ്ട്, പ്ലാന്റേഷൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അവരിൽ മഹാഭൂരിപക്ഷവും നല്ല വിദ്യാഭ്യാസം നേടാത്തവരാണ്, പാവപ്പെട്ടവരായതുകൊണ്ട്. അവരുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ പലർക്കും കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന വേതനവും വരുമാനമൊക്കെ ലഭിക്കുന്നതുകൊണ്ട് അതൊരാശ്വാസം പോലെ തോന്നും. പക്ഷേ ഇന്ത്യക്കകത്തുള്ള ഈ കുടിയേറ്റ തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷവും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കേരളത്തിൽ സാമാന്യം നല്ല കൂലി കിട്ടുന്നുണ്ടാവും, അത് കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ്. ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, വടക്കേ ഇന്ത്യയിലെ നഗരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ അവസ്ഥ പരമദയനീയമാണ്. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ല, അവർക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റില്ല, താമസിക്കാനിടമില്ല. വലിയ കൺസ്ട്രക്ഷൻ വർക്ക് സൈറ്റിൽ കരാറുകാരുണ്ടാക്കി കൊടുക്കുന്ന ഷെഡുകളിൽ ജീവിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രാമങ്ങൾ വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്ന ഇന്ത്യയിലെ തൊഴിലാളികളുടെ എണ്ണം 15 കോടിയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനസംഖ്യയുടെ 5 ഇരട്ടി. ഇതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ. അതിൻ്റെയും പുറമെയാണ് ഒരു തൊഴിലുമില്ലാതെ നടക്കുന്ന ആളുകൾ. മോദിയുടെ ഭരണത്തിൽ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല. 2018 മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP തോറ്റു. അവിടെ കോൺഗ്രസ്സാണ് ജയിച്ചത്. 2019 ഏപ്രിൽ മാസത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന് തൊട്ട് മുമ്പ് നടന്ന പ്രധാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP തോറ്റു. അപ്പം പൊതുവിലൊരു ചർച്ച വന്നു, BJP പരാജയപ്പെടാൻ പോവുകയാണ്. ചില ഉപതെരഞ്ഞെടുപ്പുകളിലും BJPക്ക് തിരിച്ചടിയുണ്ടായി. കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ ചില പാർട്ടികളുമായെല്ലാം കൂട്ടുകൂടി അവർ അധികാരത്തിലേക്ക് വരുമെന്നൊരു തോന്നലുണ്ടാക്കി. അതാണ് കേരളത്തിൽ 2019 തെരഞ്ഞെടുപ്പ് നടത്തിയ വലിയ പ്രചാരവേല. BJPക്ക് ബദൽ കോൺഗ്രസ് ആണ്. അതിന് നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നു, വയനാട്ടിൽ മത്സരിക്കാൻ. BJP ശക്തമായ ഉത്തർപ്രദേശിലെ അതേ മത്സരിച്ച് ജയിച്ചിരുന്ന അമേത്തി മണ്ഡലം വിട്ട് BJPക്കെതിരായി പോരാടാൻ തൻ്റെ ഇടം കാണിക്കാതെ അദ്ദേഹം വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മത്സരിക്കാനാണ് കേരളത്തിൽ. പക്ഷേ ഇവിടെ ഒരു കൂട്ടം ആളുകൾ, കോൺഗ്രസ്, ലീഗ് തുടങ്ങിയ UDFകാർ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ നാടായ നാടുകൂടെ നടന്നു പറഞ്ഞു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ബദലുണ്ടാവലേ വഴിയുള്ളൂ BJPയെ തോൽപ്പിക്കാൻ. അതിന് നേതാവ് കേരളത്തിൽ വന്നാൽ മത്സരിക്കുന്നത്. നമ്മളെല്ലാവരും കോൺഗ്രസ്സിന് കുട്ടികൾ. ഈ തവണ കോൺഗ്രസ്സിന് കേരളത്തിലെ മുഴുവൻ സീറ്റും കിട്ടിയാൽ പാർലമെൻറ്റിൽ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിക്കാൻ കോൺഗ്രസ്സിന് കഴിയും. ഈ അഭിപ്രായം, ഈ വാദഗതി ജനങ്ങൾക്കിടയിൽ കുറച്ച് വിലപ്പോയി. അതാണ് 2019 ഒരു സീറ്റ് ഒഴികെ 19 സീറ്റിലും UDF ജയിക്കാനിടയായത്.
അല്ലാതെ UDF അങ്ങ് ശക്തിപ്പെട്ടതൊന്നുമല്ല. ജനങ്ങൾക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും ജയിച്ചു. എന്താ അതിലേക്ക് എത്തിച്ച സാഹചര്യം? ഇവിടെയാണ് വർഗീയതയുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർഗീയത എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടത് ഈ സാഹചര്യമാണ്. എന്താ BJP ചെയ്തത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കാശ്മീരിലെ ശ്രീനഗറിനടുത്തുള്ള ഒരു സ്ഥലത്ത്, ഫൂൽവാമ എന്ന സ്ഥലത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടായി. കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മുസ്ലിങ്ങളുടെ നാടാണെന്ന് എല്ലാവരും ധരിക്കും. ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക സംസ്ഥാനമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ. അതിൽ ജമ്മു എന്ന പ്രദേശത്താണ് അമുസ്ലിങ്ങൾ കുറച്ചുള്ളത്. കാശ്മീർ താഴ്വര മഹാഭൂരിപക്ഷവും മുസ്ലിം ജനതയാണ്. സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അപ്പം അവിടെ എന്ത് നടന്നാലും അത് മുസ്ലിം ആക്രമണമായിട്ടാണ് പെട്ടെന്ന് ചിത്രീകരിക്കുക. ഭീകരത എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭീകരർ എന്നാണ് മാധ്യമങ്ങൾ ഉടനെ വിശദീകരിക്കുക. പുൽവാമ എന്ന പ്രദേശത്ത് നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സൈനികരുടെ വാഹനങ്ങൾക്ക് നേരെയാണ് തീവ്രവാദികളുടെ ബോംബാക്രമണം ഉണ്ടായത്, സ്ഫോടനം ഉണ്ടായത്. ഒരു തീവ്രവാദി ഒരു വാഹനം നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അതിർത്തി രക്ഷാ സേനാ സൈനികർ ഏതാണ്ട് 3000-ഓളം ആളുകൾ നിരവധി ബസ്സുകളിലായി കോൺവോയായി വരിയായി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ഈ വാഹനം ഇടിച്ച് കയറ്റി സ്ഫോടനമുണ്ടാക്കി 43 ജവാന്മാർ തൽക്ഷണം മരണപ്പെട്ടു. ഈ വാർത്ത വന്നപ്പോൾ നാടാകെ ഞെട്ടി. എല്ലാവർക്കും ദുഃഖമുണ്ടായി, എല്ലാവർക്കും വലിയ ഭീതിയുണ്ടായി. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ആശങ്കയുണ്ടായി. അപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ ചില ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കാശ്മീരിൽ പോയിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ധാരാളം ആളുകൾ കാശ്മീരിൽ കാണാൻ പോകുന്നുണ്ട്. ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ 500 മീറ്റർ ദൂരം പോയാൽ പട്ടാളത്തിൻ്റെ പരിശോധന ഉണ്ടാവും. ചെക്ക് പോസ്റ്റുകളുണ്ട്. സംശയമുള്ളവരെ വാഹനത്തിൽ നിറക്കി പരിശോധിക്കും. അത്രമാത്രം സുരക്ഷാ വലയമുള്ള സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഈ അതിർത്തി രക്ഷാസേന ട്രെയിനിങ് കഴിഞ്ഞ് അവരുടെ ജോലി ഏറ്റെടുക്കാൻ പോകുന്ന പട്ടാള വണ്ടിക്ക് ധാരാളം സുരക്ഷാ സൈനികരുടെ അകമ്പടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ള സന്ദർഭത്തിൽ ഒരു ഭീകരന് അതിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ച് ഈ പട്ടാള വണ്ടിയിലേക്ക് ഓടിക്കയറാൻ എങ്ങനെയാണ് സാധിച്ചത്? പലർക്കും സംശയമുണ്ടായിരുന്നു. എന്തായാലും അത് സംഭവിച്ചു. 43 ജവാന്മാർ വീരമൃത്യു വരിച്ച രക്തസാക്ഷികളായ സംഭവത്തെ ആരും പിന്നെ പരിശോധിക്കാനൊന്നും പോയില്ല. പക്ഷെ അപ്പോഴേക്കും അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി നരേന്ദ്രമോദി. ഈ ജവാന്മാരുടെ ചോരയ്ക്ക് പകരം വീട്ടുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. അത് പത്രമാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തയാക്കി. ജനങ്ങളുടെ ദേശാഭിമാന ബോധത്തെ ഉയർത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ വ്യോമസേന ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 320 കിലോമീറ്റർ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ ബാലാക്കോട്ട് എന്നൊരു സ്ഥലത്ത് തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു എന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആളുകൾ പറയുന്നു. നമുക്കറിയില്ല, നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും പോയി പരിശോധിക്കുന്നില്ലല്ലോ. ആ തീവ്രവാദി പരിശീലന ക്യാമ്പ് ബോംബിട്ട് തകർത്തെന്നും 300-ലേറെ തീവ്രവാദികൾ അവിടെ തൽക്ഷണം മരണപ്പെട്ടു എന്നും ഇന്ത്യൻ വ്യോമസേന, ഇന്ത്യൻ സൈന്യം പത്രങ്ങൾക്ക് വാർത്ത നൽകി. നമ്മളത് വിശ്വസിക്കില്ലാതെ വേറൊരു വഴിയില്ല. അവിടെ പോയി പരിശോധിക്കാൻ നമ്മുടെ പത്രപ്രവർത്തകർക്കും അവിടെ പോകാൻ പറ്റില്ല, അവിടെ പോയി കാണാനും പറ്റില്ല. നെഞ്ചു വിരിച്ച് പിറ്റേ ദിവസം നരേന്ദ്രമോദി പ്രത്യക്ഷപ്പെട്ടു. രാജ്യത്തിൻ്റെ അഭിമാനത്തിനേറ്റ ക്ഷതത്തിന് തിരിച്ചടി നൽകി. അപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കരുത്തുള്ളൊരു നേതാവായി നരേന്ദ്രമോദി ഉയർന്നു നിന്നു.
54 ഇഞ്ച് വീതിയുള്ള നെഞ്ചും വിരിച്ച് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ഒരു വീരനായകനായി. പട്ടിണി മറന്നു, ജനങ്ങൾ തൊഴിലില്ലായ്മ മറന്നു, ജനങ്ങൾക്ക് നല്ല ദിവസം വരുമെന്ന മുദ്രാവാക്യം നടപ്പാക്കിയില്ല എന്ന കാര്യം തൽക്കാലം വിസ്മരിച്ചു. ഏത് സന്ദർഭത്തിലും മുസ്ലിം വിരുദ്ധമായ ഒരു 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 ആക്രമണം വന്നാൽ, അല്ലെങ്കിൽ ഒരു തിരിച്ചടി വന്നാൽ, അതിന് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടും. 1971 ബംഗ്ലാദേശ് യുദ്ധമാണ് ഇന്ദിരാഗാന്ധിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത്. ഇന്ദിരാഗാന്ധി അന്നത്തെ RSSന്റെ നേതാവ് ദേവരസ്, RSS ചീഫ് ബാലാസാഹബ് ദേവരസ്, ദുർഗ എന്നാണ് വിളിച്ചത്, ദുർഗാദേവി. 1967 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പരാജയമുണ്ടായിരുന്നു. ഭൂരിപക്ഷം കിട്ടി, പല സംസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു. 7 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോറ്റു, കേരളം ഉൾപ്പെടെ. കേരളം, ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ ഇതൊക്കെ തോറ്റതാ. കോൺഗ്രസ് പിളർന്നു 69. ആ ദുർബലമായ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേറ്റിയ സംഭവമാണ് ബംഗ്ലാദേശ് യുദ്ധം. പാകിസ്ഥാനെതിരായ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ചോര തിളയ്ക്കും. ആ നിലയിലാണ് അവതരിപ്പിക്കുക. ഏത് കാലത്തും പാകിസ്ഥാൻ ഇന്ത്യ അതൊരു ചൂടുള്ള വിഷയമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ പാകിസ്ഥാന്റെ ഒരു ബാറ്റർ സിക്സർ അടിച്ചാൽ കൈയടിക്കാൻ പോലും ആളുകൾക്ക് പേടിയാ. അവൻ പാകിസ്ഥാൻവാദിയാണോ എന്ന് ആളുകൾ ചീത്ത പറയും. ഈ കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റ് കളിയിൽ ഇന്ത്യയുടെ ഒരു ബാറ്റ്സ്മാനെ പുറത്താക്കേണ്ട സന്ദർഭത്തിൽ പിടുത്തം വിട്ടുപോയ, ബോൾ കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു പാകിസ്ഥാൻ കളിക്കാരനെ പാകിസ്ഥാനിൽ ജനങ്ങൾ ഉപരോധിച്ചു. അയാളിപ്പോൾ കളി നിർത്തി, ക്രിക്കറ്റ് കളി തന്നെ നിർത്തി, വേറെ ജോലിക്ക് പോകും, വേറെ പണിക്ക് പോയി. ഇതാണ് ഇന്ത്യ പാക് ബന്ധത്തിന്റെ ഒരു സ്ഥിതി. പാകിസ്ഥാൻ ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ രാജ്യരക്ഷയുടെ ഒരു വലിയ വിവാദമുണ്ടാക്കി മറ്റുള്ള ജീവിത പ്രശ്നങ്ങളെല്ലാം മറച്ചുവെച്ച് തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും ജയിച്ചു 2019. 2014 മോദിക്ക് BJPക്ക് ലോക്സഭയിൽ ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അവരുടെ മുന്നണിക്കേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമായി. BJP മുന്നണിക്ക് ആകെ മെമ്പർമാരുടെ 2/3 ഭൂരിപക്ഷമായി. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷമായി. 2019 വരെ രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷമില്ല, അവിടെ പ്രതിപക്ഷത്തിനായിരുന്നു ഭൂരിപക്ഷം. 2019 കോൺഗ്രസ് ദയനീയമായി തോറ്റതോടെ രാജ്യസഭയിലെ കോൺഗ്രസ് MPമാരിൽ ഒരു വിഭാഗം BJPയിലേക്ക് മാറി. പല പാർട്ടികളിലുള്ളവർ മാറി. സമാജ്വാദി പാർട്ടി അതുപോലുള്ള പാർട്ടികളിൽ നിന്ന് കുറേ ആളുകൾ അങ്ങോട്ട് മാറി. അങ്ങനെ രാജ്യസഭയിലും അവർക്ക് ഭൂരിപക്ഷമായി. ഇപ്പൊ പാർലമെന്റിന്റെ 2 സഭയിലും അവർക്ക് എന്തു വേണേലും പാസ്സാക്കാം. നമ്മുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയെ പൊളിച്ചെഴുതുന്ന എന്ത് നിയമം അവിടെ പാസ്സാക്കാം. ആ തരത്തിലുള്ള സ്വാധീനം പാർലമെന്റിൽ അവർ നേടിയെടുത്തു. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമേറ്റ ഉടനെ ആദ്യം ചേർന്ന സമ്മേളനത്തിലാണ് കാശ്മീർ സംസ്ഥാന പദവി എടുത്തു കളയുന്ന നിയമം പാസാക്കിയത്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ സാധാരണ പോലെ സമ്മേളനത്തിൽ ചെന്ന ആ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന രാജ്യസഭയിലാണ്. 2019 ആഗസ്റ്റ് 5 സാധാരണ ഒരു ദിവസം അവതരിപ്പിക്കുന്ന ഒരു ബില്ല് അതിൻ്റെ കോപ്പി തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പാർലമെന്റ് മെമ്പർമാർക്ക് എത്തിച്ചു തരും. ഒന്നുകിൽ പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ ഹാർഡ് കോപ്പി കവറിലിട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് എത്തിച്ചു തരും. അത് നോക്കി പഠിച്ചിട്ട് വേണം മെമ്പർമാർക്ക് അസംബ്ലി പോകാൻ, പാർലമെന്റ് പോകാൻ. ആ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്, അത് ജനങ്ങളെങ്ങനെ ബാധിക്കും, രാജ്യത്തെ എങ്ങനെ ബാധിക്കും എന്ന് പഠിക്കണം.
ഓരോ പാർട്ടിയും ആ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പാർലമെന്റിൽ പ്രസംഗിക്കണം. അപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ചർച്ച ചെയ്യണം, ഇതിനോട് എന്ത് നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനൊക്കെ സമയം കിട്ടാൻ വേണ്ടിയാണ് ബില്ല് നേരത്തെ കൊടുക്കണം എന്ന വ്യവസ്ഥയുള്ളത്. കാശ്മീർ ബില്ല് ഞങ്ങൾക്ക് ആർക്കും തന്നില്ല, തലേ ദിവസം തന്നില്ല. ഇങ്ങനൊരു ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നുള്ള വിവരം പോലും ഞങ്ങൾ അറിയില്ല. ആഗസ്റ്റ് 5-ന് സാധാരണ പോലെ പാർലമെന്റ് ചെന്നു. അന്നത്തെ ബിസിനസ് എന്താണെന്നൊരു കടലാസ് നേരത്തെ തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾ തയ്യാറെടുത്തു പോയി. 11 മണിക്കാണ് രാജ്യസഭയും ലോക്സഭയും യോഗം ചേരുക. രാവിലെ 11 മണിക്ക്. 11 മണിക്ക് രാജ്യസഭാ സമ്മേളനം ആരംഭിച്ച് ആദ്യം ചില ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴിയുമ്പോഴേക്ക് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു വലിയ ഫയലും കെട്ടുമായി വരുന്നു. അദ്ദേഹത്തിൻ്റെ സീറ്റിൽ വന്നിരുന്നു. ഉടനെ രാജ്യസഭാ ചെയർമാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ ചെയർമാൻ, വെങ്കയ്യ നായിഡു എന്നാണ് പേര്, RSS BJP. അദ്ദേഹം കാശ്മീരിനുള്ള പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ വിജ്ഞാപനം അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അത് അവതരിപ്പിക്കാൻ ക്ഷണിക്കുക. ഞങ്ങൾ അമ്പരം നിന്നു. ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ അറിയുന്നില്ല. ആ പ്രമേയത്തിന്റെ കോപ്പി ഞങ്ങൾക്ക് തരുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താണ് പിന്നെ ഈ പാർലമെന്റിന് ഒരു വില? പാർലമെന്റ് നടക്കുന്ന പാർലമെന്റിന്റെ ചട്ടങ്ങൾക്കനുസരിച്ച, റൂൾസിനനുസരിച്ച. ആ റൂൾസിൽ പറഞ്ഞതുപോലെ സഭ നടത്താൻ പാടുള്ളൂ. അപ്പോഴേ അത് പാർലമെന്റ് ആവുന്നുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കടലാസ് അതിന് മുമ്പ് പാർലമെന്റ് മെമ്പർമാരെ അറിയിക്കാതെ പെട്ടെന്ന് വന്ന് അവതരിപ്പിച്ച ഒരു സംഭവം ഒരാൾക്കും അറിയില്ല. രാജ്യസഭ മുതിർന്നവരുടെ സഭയാണ്, എൽഡേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. സംസ്ഥാന അസംബ്ലികൾ തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യസഭയിലെ മെമ്പർമാർ. അതുകൊണ്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ആ സഭയെ വിളിക്കുന്നത്. ലോക്സഭാ മെമ്പർമാരെക്കാൾ മുതിർന്നവരാണ് രാജ്യസഭയിലുള്ളവർ. ഇപ്പോഴത്തെ സഭയിൽ 2 മുൻ പ്രധാനമന്ത്രിമാരുണ്ട്, മൻമോഹൻ സിംഗും ദേവഗൌഡയും. ഒട്ടേറെ കേന്ദ്രമന്ത്രിമാരുണ്ട്, ഒട്ടേറെ പ്രഗത്ഭരായ അഭിഭാഷകരുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള അതിപ്രശസ്തരായ ചില പ്രതിഭകളെ നോമിനേറ്റ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് രാജ്യസഭയിലേക്ക്. കലാകാരന്മാരെ, സ്പോർട്സ് രംഗത്ത് വലിയ പദവി നേടിയവരെ, അങ്ങനെയുള്ളവരെയൊക്കെ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സഭയാണ് രാജ്യസഭ. മൊത്തം എണ്ണം 250 ഇപ്പോൾ 223 ഉള്ളൂ ആകെ, ബാക്കിയുള്ള ഒഴിവാണ്. ആ സഭയോടാണ് ഈ അനാദരവ് കാണിച്ചത്. ഞങ്ങൾ ബഹളം വെച്ചു. ആ ബഹളം തിരിഞ്ഞു നോക്കാതെ, അത് ശ്രദ്ധിക്കാതെ ഇത് അവതരിപ്പിക്കാൻ കൊടുത്തു. അപ്പം എന്താ സംഭവിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ 370-ാം വകുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി പ്രത്യേകം സൗജന്യം ഉണ്ടാക്കി കൊടുത്തൊന്നുമല്ല. കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് എന്തോ സൗജന്യം കൊടുത്തു എന്നുള്ള മട്ടിലാണ് RSS പറയുന്നത്. കാശ്മീരിൽ കാശ്മീരികളല്ലാത്ത ആർക്കും ഭൂമി വാങ്ങാൻ പാടില്ല. ഇതെന്താ ഇന്ത്യ രാജ്യമല്ലേ? അവിടെ മുസ്ലിങ്ങൾക്ക് എന്തിനാണ് ഈ പ്രത്യേക അവകാശം? കാശ്മീരിലെ സ്ത്രീകളെ കാശ്മീരികൾക്ക് മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. ഇതെന്താ ഇന്ത്യക്കാരല്ലേ? RSS നാട് നടന്ന് പ്രസംഗിക്കുക. കാശ്മീരിന് ഇങ്ങനെ ചില പ്രത്യേക അവകാശങ്ങൾ നൽകിയത് കാശ്മീരിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനോ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക അവകാശം നേടിയെടുത്തതോ ഒന്നുമല്ല. കാശ്മീരിനെ പോലെ തന്നെ ഇതുപോലുള്ള പ്രത്യേക അവകാശങ്ങളുള്ള കുറേ സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. അത് RSS പറയില്ല. ഹിമാചൽ പ്രദേശ് കാശ്മീരിൻ്റെ താഴ്വരയിൽ, ഹിമാലയത്തിൻ്റെ താഴ്വരയുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ ഭരിക്കുന്ന BJP ആണിപ്പോൾ. അവിടെ അവിടുത്തെ ഭൂമി വാങ്ങാൻ തിരൂർക്കാർക്ക് അവകാശമില്ല. നിങ്ങൾ പോയാൽ ഭൂമി വാങ്ങാൻ പറ്റില്ല. കേരളക്കാർക്ക് അവകാശമില്ല, ബീഹാറുകാർക്ക് അവകാശമില്ല. നിയന്ത്രണങ്ങളുണ്ട്. നാഗാലാൻഡിൽ ഭൂമി വാങ്ങാൻ മറ്റു സംസ്ഥാനക്കാർക്ക് അവകാശമില്ല. മിസോറാമിൽ ഭൂമി വാങ്ങാൻ പറ്റില്ല. അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഭൂവിനിയോഗത്തിന് രാജ്യരക്ഷയുമായി ബന്ധപ്പെടുത്തി നിയന്ത്രണങ്ങളുണ്ട്. കാശ്മീർ പറയുമ്പോൾ അത് മുസ്ലിങ്ങളുടെ പേര് വെച്ച് പറയാ.
ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന ചില നിയമങ്ങൾ കാശ്മീരിൽ നടപ്പാകണമെങ്കിൽ കാശ്മീർ അസംബ്ലി കൂടി അംഗീകരിക്കണമെന്ന് ഈ ഭരണഘടനയുടെ 370 വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങളിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? കൂടുതൽ പറഞ്ഞു പോയപ്പോൾ സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗമല്ല. ഹരി സിംഗ് എന്നൊരു രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നാടാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന ഡോക്ടർ കരൺ സിംഗിന്റെ അച്ഛനാണ് ഈ ഹരി സിംഗ്. അദ്ദേഹത്തിന്റെ നാടാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ഒത്തുതീർപ്പ് കരാറുണ്ടാകുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചാണല്ലോ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്നത്. അന്ന് ഈ കാശ്മീരിനെ ഇന്ത്യയിലും ഉൾപ്പെടുത്തിയില്ല, പാകിസ്ഥാനിലും ഉൾപ്പെടുത്തിയില്ല, സ്വതന്ത്രമായി നിർത്തി. ഹരിസിംഗ് എന്ന രാജാവ് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയോടും ചേരില്ല, പാകിസ്ഥാനോടും ചേരില്ല, സ്വന്തം രാജ്യമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഘട്ടത്തിൽ കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു നേതാവുണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷേഖ് അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു, നാഷണൽ കോൺഫറൻസ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഫാറൂഖ് അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ മകൻ ഒമർ അബ്ദുള്ള, അവരെല്ലാം ആ പാർട്ടിയുടെ നേതാക്കളായി ജീവിച്ചിരിപ്പുണ്ട്. നാഷണൽ കോൺഫറൻസ്, ഓൾ ഇന്ത്യ കിസാൻ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഒരു കാലത്ത് ഈ ഷേഖ് അബ്ദുള്ള. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു, പാകിസ്ഥാനിലേക്ക് ഞങ്ങളില്ല. മുസൽമാനായ ഷേഖ് അബ്ദുള്ള, അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷം ഷേഖ് അബ്ദുള്ളയുടെ പാർട്ടിയിലായിരുന്നു. ഞങ്ങൾ പാകിസ്ഥാനിലേക്കില്ല, ഹരി സിംഗിന്റെ രാജ്യവും വേണ്ട, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തർക്കം നടക്കുന്നതിനിടയിൽ കാശ്മീരിനെ ബലം പ്രയോഗിച്ച് പാകിസ്ഥാനോട് ചേർക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് ശ്രമിച്ചു. അവർ പട്ടാളത്തെ അയച്ചു. പട്ടാളം കാശ്മീരിന്റെ ഒരു ഭാഗം കൈയടക്കി. കൊള്ളക്കാരായ ഒരു സംഘം ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ജനതയും പാകിസ്ഥാൻ പട്ടാളത്തോടൊപ്പം കാശ്മീരിലേക്ക് ഇരച്ചു കയറി. പത്താൻ വംശജരായ യുദ്ധവീരന്മാരായ ഒരു സംഘം ആളുകൾ. അവരുടെ മുമ്പിൽ അവിടുത്തെ പോലീസിനൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ഇന്ത്യ ഗവൺമെന്റിന് പട്ടാളത്തെ അങ്ങോട്ട് അയക്കാൻ നിവൃത്തിയില്ല, കാരണം അത് ഇന്ത്യയല്ല. ആ കാലത്ത്, ആ സന്ദർഭത്തിൽ ഹരി സിംഗ് എന്ന രാജാവ് പാകിസ്ഥാൻ സൈന്യം മുന്നേറി വരുന്നു എന്ന് കണ്ടപ്പോൾ കുടുംബത്തെയും കൂട്ടി ഡൽഹിയിലേക്ക് ഓടി പലായനം ചെയ്തു. ആ ഘട്ടത്തിലാണ് ഷേഖ് അബ്ദുള്ള മുൻകൈയെടുത്ത് ഈ ഹരി സിംഗ് എന്ന രാജാവിനെ ഇന്ത്യ ഗവൺമെന്റുമായി ചർച്ച ചെയ്യാനുള്ളൊരു വേദിയിലേക്ക് എത്തിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ നേതാക്കളുമായി ചർച്ച നടത്തി വല്ലഭായ് പട്ടേലിന്റെ വീട്ടിൽ വെച്ചാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. കാശ്മീർ ഇന്ത്യയിൽ ലയിച്ചു ചേരാൻ ഹരി സിംഗ് എന്ന രാജാവ് എഗ്രിമെന്റ് ഒപ്പുവെക്കുന്ന ഇന്ത്യ ഗവൺമെന്റുമായി. ആ കരാറിലെ വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ലയിച്ചു ചേരുന്ന കാശ്മീരിന് ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ പ്രത്യേക പദവി നൽകുമെന്നത്. അപ്പൊ സൗജന്യമാണോ? ഒരു രാജ്യം ഇന്ത്യയുമായി ലയിച്ചു ചേരുമ്പോൾ ഉണ്ടാക്കിയ കരാറാണ്. ആ കരാർ പാലിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയില്ലേ? ആ കരാർ ഒപ്പിട്ടതിന് ശേഷം നെഹ്റു ഗവൺമെന്റ് പട്ടാളത്തെ അയച്ചു. അതുവരെയുള്ള പട്ടാള മുന്നേറ്റം ശ്രീനഗർ നഗരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയത് കാശ്മീരിലെ മുസ്ലിം ജനതയാണ്, നാഷണൽ കോൺഫറൻസ് ആണ്, ഫാറൂഖ് അബ്ദുള്ളയുടെ, ഷേഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ്. കുറെ ആളുകൾ മരണപ്പെട്ടു. പക്ഷേ പാകിസ്ഥാന്റെ പട്ടാളത്തിന് ശ്രീനഗർ പിടിച്ചടക്കാൻ സാധിച്ചില്ല. ബാക്കി പിന്നെ ഇന്ത്യൻ സൈന്യം നേരിട്ടു. അപ്പോഴേക്കും ഐക്യരാഷ്ട്രസഭയുടെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നു. നമുക്ക് കാശ്മീരിന്റെ പാകിസ്ഥാൻ പിടിച്ച മുഴുവൻ ഭാഗവും കീഴടക്കാൻ സാധിച്ചില്ല. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നപ്പോൾ, വെടി നിർത്തിയപ്പോൾ കുറെ കാശ്മീർ പാകിസ്ഥാന്റെ കയ്യിലായി. നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് വെച്ച് നോക്കൂ. കാശ്മീരിന്റെ വടക്ക് ഭാഗത്ത് POK എന്ന ഒരു പ്രത്യേക നിറത്തിലുള്ള ഒരു പ്രദേശം കാണാം. പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് POK, പാക് അധീന കാശ്മീർ. ഇന്നും പാകിസ്ഥാന്റെ അധീനതയിലാണ്. ഈ ചരിത്രത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ടാണ് 370 വകുപ്പ് റദ്ദ് ചെയ്യണം,
എന്തിനാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേക അവകാശം എന്നൊക്കെ ഈ RSSകാർ പ്രസംഗിച്ച് നടക്കുന്നത്? കാശ്മീർ ജനതയെ ഇന്ത്യയോടൊപ്പം നിർത്താൻ, ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാക്കി നിർത്താൻ വേണ്ടി രാഷ്ട്രതന്ത്രജ്ഞന്മാർ അംഗീകരിച്ച ഒരു തത്വമാണിത്. ഇത് സംഘപരിവാർ അവരുടെ വർഗീയ അജണ്ടയുടെ ഭാഗമായി എടുത്തു കളഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. കാശ്മീർ സംസ്ഥാന പദവി എടുത്തു കളയുന്ന ബില്ലും അന്ന് തന്നെ അവതരിപ്പിച്ചു. ഞങ്ങൾ സഭയിൽ ഉണ്ടായിരുന്ന മെമ്പർമാർ മുഴുവൻ ചെയർമാന്റെ മുമ്പിൽ, സഭാ മെമ്പർമാരിയ്ക്കുന്ന ബെഞ്ചിന്റെ മുമ്പിൽ ആ ഒഴിഞ്ഞ സ്ഥലത്ത് വെല്ലെന്നാ പറയാ, പാർലമെന്റിലെ അസംബ്ലിയിലൊക്കെ സ്പീക്കറുടെ മുമ്പിൽ ഒഴിഞ്ഞ സ്ഥലം, അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് അതും പാസാക്കി. 2019 ആഗസ്റ്റ് മാസം 5-ാം തീയതി ഉച്ചയ്ക്ക് 12:45 ആ ബില്ല് പാസായി. 2019 ആഗസ്റ്റ് 5 വരെ ഇന്ത്യയിൽ 29 സംസ്ഥാനം ഉണ്ടായിരുന്നു. 12:45 1 മണിക്ക് സഭ പിരിയുമ്പോൾ 28 സംസ്ഥാനമായി കുറഞ്ഞു. ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു, കാശ്മീർ, ലഡാക്ക് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളായി. RSS മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു രാഷ്ട്ര എന്ന മുദ്രാവാക്യത്തിലേക്ക് പതുക്കെ പതുക്കെ അവർ നടന്നെടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗൗരവം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അവർ ഉന്നയിക്കുന്ന മൗലികമായ ചില മുദ്രാവാക്യങ്ങൾ അവർ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്, കാശ്മീരിന് നൽകിയ പ്രത്യേക പദവി എടുത്തു കളയുക, അത് പൂർണ്ണമായി. 2, അയോധ്യയിൽ രാമക്ഷേത്രം പണിയുക, ബാബറി മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിയുക, അതും ലക്ഷ്യം നേടിക്കഴിഞ്ഞു. ആ ലക്ഷ്യം നേടിയത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ്. കോൺഗ്രസ് മതേതര പാർട്ടിയാണ്, ആ വർഗീയ പാർട്ടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ RSS ഉയർത്തുന്ന തീവ്ര വർഗീയ നിലപാടിനെ മൃദു വർഗീയത കൊണ്ട് നേരിടാമെന്നാണ് അവരുടെ നിലപാട്. തീവ്ര ഹിന്ദുത്വയെ മൃദു ഹിന്ദുത്വോട് നേരിടുക, ഏറ്റവും അപകടം പിടിച്ച നിലപാടത്. ഒറിജിനൽ ഉള്ളപ്പോൾ ആർക്കാ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടത്? തീവ്ര ഹിന്ദുത്വ വർഗീയ നിലപാടാണ് BJP കൊണ്ടുവരുന്നത്. ബാബറി മസ്ജിദ് തർക്കം 1948 തുടങ്ങിയത്. അന്ന് UP ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സാണ്. ഗോവിന്ദ വല്ലഭ പന്ത്, GB പന്ത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി. അക്കാലത്താണ് പള്ളിക്കകത്ത് ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെച്ച് രാത്രി ആരോ ഒളിച്ചു കിടന്നിട്ട്. നേരത്തെ അത് രാമജന്മഭൂമിയാണ്, ക്ഷേത്രം ഉണ്ടായിരുന്നത് പൊളിച്ച് ബാബർ എന്ന് പറയുന്ന മുസ്ലിം ചക്രവർത്തി പള്ളി ഉണ്ടാക്കിയതാണെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിനൊന്നും യാതൊരു പ്രബലമായ അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു ആരോപണം. ആ പ്രദേശത്തെ മനുഷ്യർക്കിടയിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് 1857 1-ാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്ന പേരിലുള്ള 1-ാം സ്വാതന്ത്ര്യ സമരം. അന്ന് ഡൽഹിയിൽ മുഗള രാജാക്കന്മാരുടെ അവസാനത്തെ കണ്ണിയായ ബഹദൂർ ഷാ സഫർ എന്ന ഒരു ദുർബലനായ ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തു ബ്രിട്ടീഷുകാർ. അന്നത്തെ നാട്ടുരാജാക്കന്മാരെല്ലാം കൂടി ഒത്തുകൂടി അവരുടെ സൈന്യത്തെ എല്ലാം യോജിപ്പിച്ച് നിർത്തിയാണ് റാണി ലക്ഷ്മിബായി, നാനാ സാഹേബ്, താന്തിയ തോപ്പി തുടങ്ങിയ നാട്ടുരാജാക്കന്മാരെല്ലാം കൂടി ചേർന്ന് അവിടുത്തെ ജനങ്ങളെയാകെ ഒരുമിപ്പിച്ച് നിർത്തി ബ്രിട്ടനെതിരായി പടപൊരുതിയത്. ആ യുദ്ധത്തിൽ, ആ പോരാട്ടത്തിൽ ഡൽഹിയിലെ ബ്രിട്ടീഷ് ഭരണത്തെ തൽക്കാലത്തേക്ക് അവർക്ക് ഓടിക്കാൻ സാധിച്ചു. എന്നിട്ട് ആ സ്ഥാനത്ത് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഈ നാട്ടുരാജാക്കന്മാരെല്ലാം കൂടി ഒരു ഭരണത്തലവനെ നിയോഗിച്ചു. ആരായിരുന്നു എന്നറിയോ? ബഹദൂർ ഷാ സഫർ. മുഗള ചക്രവർത്തിമാരിൽ അവസാനത്തെ കണ്ണിയായ ബഹദൂർ ഷാ സഫറിനെ ചക്രവർത്തിയായി ഭൂരിപക്ഷം ഹൈന്ദവ ജനതയായ വടക്കേ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ യുനാനിമസായി, ഏകാണ്ഡമായി അംഗീകരിച്ച് ചക്രവർത്തിയാക്കി. പിന്നീട് ബ്രിട്ടൻ വന്ന് അവരൊക്കെ തോപ്പിച്ചോടിച്ചു എന്നത് മറ്റൊരു കഥ. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഈ ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന മുഗള ചക്രവർത്തിയുടെ അപ്പുറത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ബാബർ എന്ന് പറയുന്ന ചക്രവർത്തി, മുഗള പരമ്പരയിലെ. ആ ബാബർ ഇന്ത്യയിലെ മനുഷ്യർ, ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ഇന്ത്യൻ ജനത
ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലത്തുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ച് പള്ളി ഉണ്ടാക്കിയ ബാബറുടെ കൊച്ചുമകനാണ് ഈ സഫർ എന്ന് അന്നത്തെ ഹൈന്ദവർക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അവരംഗീകരിക്കുമായിരുന്നോ? അപ്പൊ ഈ പറയുന്നെല്ലാം ശുദ്ധ നുണയാണ്. പക്ഷെ ഒരു നുണ പറഞ്ഞ് അതിൻ്റെ മേലെ കഥകൾ ഉണ്ടാക്കി. രാമായണം എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു 1980കളിൽ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ. രാമാനന്ദ സാഗരന്റെ ഒരു സീരിയൽ, അതുണ്ടാക്കിയ ചലനം എന്താ രാജ്യത്ത്? ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തുവിടുന്ന പലതും വർഗീയത ആളിക്കത്തിക്കാൻ ഉപകരിക്കുന്ന ആയുധങ്ങളാണ്. തന്ത്രപൂർവ്വമാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനുഷ്യരുടെ ഐക്യം തകർക്കാൻ. മനുഷ്യർ തൊഴിലാളികളാണ്, കൃഷിക്കാരാണ്, സർക്കാർ ഉദ്യോഗം ചെയ്യുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിന് പോകുന്ന ചെറുപ്പക്കാരുണ്ട്, വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഒരു തൊഴിലാളി ജോലിക്ക് പോയാൽ കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നു. ഹിന്ദു ആയാലും മുസൽമാനായാലും ആ കൂലി ഒരുപോലെ തന്നെയല്ലേ? ഹിന്ദുവായ മുതലാളി മുസ്ലിമായ തൊഴിലാളിക്ക് കൂടുതൽ കൂലിയും ഹിന്ദുവായ തൊഴിലാളിക്ക് കുറഞ്ഞ കൂലിയും കൊടുക്കുന്നുണ്ടോ? ഹിന്ദു മുതലാളി ഹിന്ദു തൊഴിലാളികളോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ടോ? മുതലാളി വർഗം അവരുടെ പ്രത്യേക നിലപാടിലാണ് നിൽക്കുക. തൊഴിലാളി വർഗം കഷ്ടപ്പാട്. കർഷകരും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ റബ്ബറിന് വിലയില്ല. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റബ്ബർ ഇന്ത്യയിലെ റബ്ബറിന്റെ വില തകർത്തു. എല്ലാ റബ്ബർ കർഷകരും തകർന്നില്ലേ? കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വർഗമാണ്. കൃഷി ചെയ്ത് ജീവിക്കുന്നവർ, ഉപജീവനം കൃഷി. അങ്ങനെയുള്ള ജനങ്ങൾ, അവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം. അവരുടെ ജീവിത പ്രശ്നങ്ങളെ ആസ്പദമാക്കി സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി അവർ ഒരുമിച്ച് വരുന്നതിനെ തടയാൻ താൻ മുസ്ലിം, താൻ ഹിന്ദു, ക്രൈസ്തവൻ, പാർസി എന്ന് പറഞ്ഞ് വിവിധ കള്ളികളിലാക്കി വിഭജിച്ച് നിർത്തുന്നത് ആരാ? ഈ സമ്പന്ന വർഗം, കുത്തക മുതലാളി വർഗം. അവരാണ് ഈ വർഗീയത ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് 1857 ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ പരിശ്രമം നടത്തി. അതിന്റെ ഭാഗമായി ഒരു സായിപ്പ്, ജെയിംസ് മിൽ എന്നാണ് അവന്റെ പേര്, ഇന്ത്യ ചരിത്രം എഴുതി. ഇന്ത്യ ചരിത്രം എഴുതി എങ്ങനെയെന്നറിയോ? ഇന്ത്യ ചരിത്രത്തെ 3 കാലഘട്ടമായി വിഭജിച്ചുകൊണ്ടാണ് ചരിത്രം ഉണ്ടാക്കിയത്. ഒന്ന് ഹൈന്ദവ കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം. ലോക ചരിത്രം എഴുതിയ ഒരാളും ചരിത്രത്തെ മതാടിസ്ഥാനത്തിൽ വിഭജനം നടത്തിയിട്ടില്ല. പൗരാണിക ഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം എന്നാണ് ചരിത്രത്തെ കാലഘട്ട വിഭജനം നടത്തിയത്. ഇന്ത്യയിൽ ഇതിങ്ങനെ എന്തിനാ ചെയ്തത്? ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസൽമാനെയും ഭിന്നിപ്പിക്കാൻ. ഹൈന്ദവ കാലഘട്ടമാണ് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് എന്നും ഹിന്ദുവിന്റെ മനസ്സിൽ തറച്ചു നിൽക്കണം. വിക്രമാദിത്യന്റെയും അശോക ചക്രവർത്തിയുടെയും ശിവജിയുടെയും കാലഘട്ടം. ഇപ്പുറത്ത് മുസ്ലിം കാലഘട്ടം എന്ന് കേൾക്കുമ്പോൾ അക്ബർ ചക്രവർത്തിയുടെയും ഷാജഹാന്റെയും ഔറംഗസേബിന്റെയും കാലഘട്ടം എന്ന് മുസ്ലിങ്ങളുടെ മനസ്സിൽ തീവ്രമായ വികാരമുണ്ടായി വരണം. ഇവർ തമ്മിൽ തർക്കിക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഇന്ത്യയിൽ ഭരണം ഉറപ്പിച്ചു നിർത്താം. ഇതായിരുന്നു ബ്രിട്ടീഷ് തന്ത്രം. ഇങ്ങനെയാണ് ഈ വർഗീയത ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വന്ന്, അല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കുറ്റമൊന്നുമല്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 1925 RSS ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഉണ്ടാകുന്നത്. രണ്ടിന്റെ ഉത്ഭവം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ താല്പര്യം അനുസരിച്ച. ഒരു കൂട്ടർ ഹിന്ദു രാഷ്ട്രം, മറ്റൊരു കൂട്ടർ ഇസ്ലാമിക രാഷ്ട്രം. ഹിന്ദുവും മുസൽമാനും 2 രാഷ്ട്രമാണെന്ന് വാദിച്ചു ഈ 2 കൂട്ടരും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് രൂപം കൊണ്ട മുഹമ്മദ് അലി ജിന്നയുടെ ലീഗിന് താത്വികമായ അടിത്തറ ഉണ്ടാക്കി കൊടുത്തയാളാണ് മൗലാന അബുൽ അല മൗദൂദി, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ. അദ്ദേഹം രാഷ്ട്രം, രാജ്യം എന്നൊക്കെ പറഞ്ഞ് ഈ ജനാധിപത്യ ഭരണം അതൊന്നുമല്ല. അദ്ദേഹം ദൈവത്തിന്റെ ഭരണം വേണം, അതിനുവേണ്ടിയാണ് മുസൽമാൻ പ്രവർത്തിക്കേണ്ടതെന്നാണ് ആഹ്വാനം ചെയ്തത്. ഹുക്കൂമത്തെ ഇലാഹി, ദൈവത്തിന്റെ ഭരണം, ഭരണഘടന, ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് ഇതെല്ലാം അനിസ്ലാമികമാണ് അദ്ദേഹം വാദിച്ചു. അദ്ദേഹം ഈ ഇന്ത്യ പാക് വിഭജനം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി.
പിന്നെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായി. ആ കാലത്ത് അന്തർദേശീയ തലത്തിലുണ്ടായിരുന്ന കുറെ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ കൂട്ടുചേർന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരാശയം ഉയർത്തിക്കൊണ്ടുവന്നു. ഇസ്ലാം മതമല്ല, മതവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇവിടെ മുസ്ലിങ്ങൾ മതവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി മതപ്രചരണം നടത്താറുണ്ട്, വയല് പറയാറുണ്ട്, മതപഠനം നടത്താറുണ്ട്, ആരാധന നടത്താറുണ്ട്. അവരാരും രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടിയല്ല പോകുന്നത്. അവർ അവരുടെ തൊഴിൽ ചെയ്ത്, കൃഷി ചെയ്ത്, വ്യാപാരം ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതപ്രവർത്തനം നടത്തുന്നു. അതല്ലാതെ അവരാരും മതാടിസ്ഥാനത്തിൽ പുതിയ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി പോവല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനും ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്ന ആളുമായ മൗലാന അബുൽ അലാം മൗദൂദിയുടെ ആശയം ദൈവത്തിന്റെ രാഷ്ട്രം, ദൈവത്തിന് മാത്രമേ ഭരണം നടത്താൻ അവകാശമുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇത് അള്ളാന്റെ ഭൂമിയാ. മനുഷ്യന് നിയമം ഉണ്ടാക്കാൻ അവകാശമില്ല, മനുഷ്യനുണ്ടാക്കിയ ഭരണഘടന അംഗീകരിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സർക്കാർ ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറെ കാലം സർക്കാർ ഉദ്യോഗത്തിന് പോകാറുണ്ടായിരുന്നില്ല. ഈ ആശയം പറഞ്ഞാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈജിപ്തിൽ ശക്തിപ്പെട്ടു വന്നത്. ഹസനുൽ ബന്ന എന്ന് പറയുന്ന ആളായിരുന്നു അതിന്റെ നേതാവ്. ഈ മുസ്ലിം ബ്രദർഹുഡും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം കൂടി ചേർന്നതിന്റെ പുതിയ രൂപമാണ് താലിബാൻ, IS, എന്തൊക്കെയാ, അൽ നുസ്ര, നിരവധിയായ സംഘടനകൾ ഇന്ന് ലോകത്തിലെ 100-ലേറെ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന തീവ്രവാദ പ്രസ്ഥാനമായി വളർന്ന് അത് വളർത്താൻ സൗകര്യം ചെയ്തു കൊടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ ലോകം മുഴുവൻ സോഷ്യലിസ്റ്റ് ശക്തികൾ എന്ന നിലയിൽ മനുഷ്യരാശിയെ പുരോഗതിയിലേക്ക് നയിക്കാൻ വലിയ സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണ്, ഒരു ഭരണകൂടമാണ് സോഷ്യലിസ്റ്റ് ഭരണകൂടം. സോവിയറ്റ് യൂണിയന്റെ കരുത്തുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനി രാജ്യങ്ങൾ സ്വതന്ത്രമായത്. നമ്മുടെ പോരാട്ടം, സ്വാതന്ത്ര്യ സമര പോരാട്ടം ഉണ്ട്. എന്നാൽ ലോക രാഷ്ട്രീയത്തിൽ സോഷ്യലിസത്തിനുണ്ടായ മുൻകൈ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ സ്വതന്ത്രമാകുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ മുന്നിൽ നിന്ന് പോരാടിയത് സോവിയറ്റ് യൂണിയനാണ്. ആദ്യമായി ബെർലിൻ നഗരത്തിലെത്തിയത് ചെമ്പടയാണ്. അതിനുശേഷമാണ് ബ്രിട്ടീഷ് അമേരിക്കൻ പട്ടാളം വരുന്നത്. ആദ്യമായി ജർമ്മൻ പാർലമെന്റ് മന്ദിരമായ റീസ്റ്റാഗിന്റെ മുകളിൽ ജർമ്മൻ പതാക അഴിച്ച് താഴ്ത്തി ചെങ്കൊടി നാട്ടിയത് ചെമ്പടയാണ്, റെഡ് ആർമിയ. സോവിയറ്റ് യൂണിയന്റെ പട്ടാളത്തിന്റെ മുമ്പിലാണ് ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ തുരങ്കത്തിനുള്ളിൽ കയറി ആത്മഹത്യ ചെയ്തത്. സോവിയറ്റ് പട്ടാളത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ്, പട്ടാളം പിടികൂടുന്നതിന് മുമ്പ് മരിക്കുക എന്ന് തീരുമാനിച്ചത്. അതിനുശേഷമാണ് സഖ്യരാജ്യങ്ങളുടെ സേന വന്നത്. അത് ലോക രാഷ്ട്രീയത്തെ മാറ്റിയ ഒരു സംഭവമാണ്. ആ മാറ്റം ലോകത്ത് മുഴുവൻ വ്യാപിച്ചു. അതിൻ്റെ സ്വാധീനം, ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റമുണ്ടായി. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലും മുന്നേറ്റമുണ്ടായത്. അഫ്ഗാനിസ്ഥാനിലെ നാടുവാഴിത്ത ഭരണകാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ശക്തിപ്പെട്ടു വന്നു. അതിന്റെ ജനറൽ സെക്രട്ടറിയായ നൂർ മുഹമ്മദ് തറാക്കി അഫ്ഗാനിസ്ഥാനിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം ഡോക്ടർ നജീബ് എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പീപ്പിൾസ് പ്രോഗ്രസീവ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പാർട്ടിയുടെ നേതാവായി വന്നു. അദ്ദേഹം പ്രസിഡന്റായി. അവിടെ ഭൂപരിഷ്കരണം നടപ്പാക്കി, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഉണ്ടാക്കി. അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ ആശുപത്രികളിൽ 70% ഡോക്ടർമാർ സ്ത്രീകളായി. പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയായിരുന്നില്ല പണ്ട്. എല്ലാ പെൺകുട്ടികളെയും സ്കൂളിൽ അയച്ചു. നല്ലൊരു ജീവിതത്തിലേക്ക് അവർ വളർന്നു വരിക. അതിനെതിരെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആശയം പ്രചരിപ്പിച്ച്, ഇത് ഇസ്ലാമിക വിരുദ്ധ ഭരണമാണെന്ന് പ്രചരിപ്പിച്ച് അതിനെ തകർക്കാൻ ശ്രമിച്ച, ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ച അമേരിക്കയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിലും പരിസര പ്രദേശത്തുണ്ടായ എല്ലാ സംഭവങ്ങൾക്കും കാരണം. അഫ്ഗാന്റെ അതിർത്തിയ പാകിസ്ഥാൻ. ആ അതിർത്തിയിൽ വെച്ച് തീവ്രവാദികൾക്ക് ആയുധ പരിശീലനം കൊടുത്ത്
അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആധുനിക ആയുധങ്ങൾ കൊടുത്ത് ആയുധങ്ങൾ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റിനെ തകർക്കാൻ പോരാട്ടത്തിന് വന്നപ്പോൾ, യുദ്ധത്തിന് വന്നപ്പോൾ നജീബ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറഞ്ഞ് നേരിടാൻ കഴിയില്ല. ഈ തീവ്രവാദികൾ മാത്രമല്ല വരുന്നത്, അമേരിക്കയാ വരുന്നത്, ബ്രിട്ടനാ വരുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ ആയുധങ്ങൾ, കോടാനുകോടി ഡോളർ അത് വെച്ചിട്ടാ വരുന്നത്. ഞങ്ങളെ സഹായിക്കണമെന്ന് സോവിയറ്റ് യൂണിയനോട് പറഞ്ഞു. അവരുടെ അതിർത്തിയാണ്. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ സഹായിക്കാൻ ചെന്നത്. 1979 സോവിയറ്റ് സൈന്യത്തെ അയച്ചു കൊടുത്തു. തൽക്കാലം തീവ്രവാദികൾ പിൻവാങ്ങി. അന്ന് തിരൂരിലും താനൂരിലും കോഴിക്കോടും എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഒരു പോസ്റ്റർ തൂങ്ങിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ ചെങ്കരടി കടന്നു പുറത്തു പോവുക, ജമാഅത്തെ ഇസ്ലാമി. നോക്കണം നിങ്ങൾക്ക് അവരുടെ ബന്ധം, അവരുടെ രാഷ്ട്രീയം. ജിമ്മി കാർട്ടർ പ്രസിഡന്റ് ആകുന്ന കാലത്ത് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം ഒരു സാർവദേശീയ പ്രശ്നമാക്കി ഉയർത്തി. കോടാനുകോടി ഡോളർ ചെലവഴിച്ച് ലോകം മുഴുവനുള്ള ഇസ്ലാമിക തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം അഴിച്ചുവിട്ടു. 1990 സോവിയറ്റ് യൂണിയൻ എന്ന സോഷ്യലിസ്റ്റ് രാജ്യം ഇല്ലാതായി. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ഗോർബച്ചേവ് എന്ന് പറയുന്ന പ്രസിഡന്റ് അഫ്ഗാനിസ്ഥാൻ സൈന്യം പിൻവലിക്കാൻ തീരുമാനിച്ചു, അമേരിക്ക പറഞ്ഞതനുസരിച്ച്. തുടർന്നാണ് നജീബിനെ കീഴടക്കി തീവ്രവാദികൾ അഫ്ഗാൻ കീഴടക്കിയത്. ആ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി. ഇങ്ങനെയുള്ള തീവ്രവാദ രാഷ്ട്രീയ പ്രചരണത്തിലൂടെ അവർ ചെയ്യുന്നത് മനുഷ്യരെ ഭിന്നിപ്പിക്കുകയാണ്. മുസൽമാനായ കർഷകൻ, ഹിന്ദുവായ കർഷകൻ, ക്രൈസ്തവനായ കർഷകൻ, കർഷകൻ എന്ന നിലയിൽ അവന്റെ ജീവിത പ്രശ്നങ്ങൾ ഒരേ സ്വഭാവത്തിലുള്ളതാണ്. തൊഴിലാളികൾ എന്ന നിലയിൽ ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ തൊഴിൽ നിയമങ്ങളും റദ്ദ് ചെയ്തു. മുസ്ലിങ്ങൾക്ക് മാത്രമാണോ പ്രശ്നം? ഹിന്ദുക്കൾക്ക് മാത്രമാണോ പ്രശ്നം? നമുക്ക് ഒരു വ്യവസായശാലയിൽ ജോലി ചെയ്യുമ്പോൾ തൊഴിലാളികൾ എന്ന നിലയിൽ ഒരുമിച്ച് നിന്ന് ചില ആവശ്യങ്ങൾ പറഞ്ഞാലേ ആ തൊഴിലുടമയിൽ നിന്ന് ന്യായമായ എന്തെങ്കിലും കിട്ടും. മൂലധനം മുടക്കുന്ന സ്വകാര്യ മുതലാളിയുടെ താല്പര്യം, മൂലധനത്തിന്റെ താല്പര്യം ലാഭം ഉണ്ടാക്കല, നാട് നന്നാക്കലല്ല. ബ്രെഡ് ഭക്ഷണമാണല്ലോ, ബ്രെഡ്, റൊട്ടി ഉണ്ടാക്കി വിറ്റാൽ ലാഭം കിട്ടും എന്ന് കാണുന്നു, റൊട്ടി ഉണ്ടാക്കും. അതിനേക്കാൾ ലാഭം കിട്ടുന്നത് വിഷം ഉണ്ടാക്കി കൊടുത്താലാണെന്ന് കണ്ടാൽ മുതലാളി വിഷം ഉണ്ടാക്കും. അമ്മയുടെ മുലപ്പാലിൽ പോലും മായം ചേർത്ത് ലാഭമുണ്ടാക്കാൻ മടിക്കാത്തവരാണ് സ്വകാര്യ മുതലാളിത്തം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കോവിഡ് വന്നു. കോവിഡ് വന്നിട്ട് എന്തേ അമേരിക്കക്കാർക്ക് കോവിഡിന് മരുന്നുണ്ടാക്കാൻ കഴിയാത്തത്? ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചത് അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ് അമേരിക്ക. ഒരു വർഷത്തെ അവരുടെ സമ്പാദ്യത്തിന് എന്നറിയൂ, $40 ട്രില്യൺ. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി. 40 ലക്ഷം കോടി ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാ? ഒരു ഡോളർ സമം 76 രൂപ. വീട്ടിൽ പോയി സാവകാശം കണക്കൂട്ടിയാൽ മതി. ഇപ്പൊ കണക്കൂട്ടിയാൽ ബോധം കിട്ടുമോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വർഷത്തെ വരുമാനം എത്രയാ? അമേരിക്കയിലെ മൊത്തം ജനസംഖ്യ 26 കോടിയാ. ഇവിടെ 135 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യയുടെ ഒരു വർഷത്തെ വരുമാനം എത്രയാ? $3 ട്രില്യൺ. ഇത്ര വലിയ സമ്പത്തുള്ള അമേരിക്ക ലോകത്തിലെ ഏത് രാജ്യത്തെയും മണിക്കൂറുകൾ കൊണ്ട് കീഴടക്കാനുള്ള ആയുധശക്തിയുള്ള അമേരിക്ക ഈ കോവിഡ് എന്ന വൈറസിന് മുമ്പിൽ എന്തേ മുട്ടുമടക്കിയത്? ഇത്രയധികം ആളുകൾ എങ്ങനെ മരിച്ച്? അവരുടെ സമ്പത്ത് മനുഷ്യർക്ക് ചികിത്സിക്കാനുള്ളതല്ല, മനുഷ്യന്റെ ആരോഗ്യം രക്ഷിക്കാനുള്ളതല്ല, മരുന്നുണ്ടാക്കുന്നത് ലാഭം ഉണ്ടാക്കാനാ. പണമുള്ളവർക്ക് മാത്രമാണ് ചികിത്സ. ആരോഗ്യ മേഖലയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറി എല്ലാം ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കേരളത്തിൽ കോവിഡ് വന്നാൽ വില്ലേജ് തലത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് എല്ലാം സൗജന്യം. അമേരിക്കയിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ പോളിസി എടുത്ത് പ്രീമിയം അടച്ചാൽ ആ ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ആശുപത്രിയിൽ ചികിത്സ കിട്ടും. അല്ലാത്തവർക്കോ മരിക്കുക. ഇതേ പാതയാണ് യൂറോപ്പ് മുഴുവൻ സ്വീകരിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ എവിടെ പ്രസംഗിക്കുമ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നവ ഉദാരവൽക്കരണ നയം. എന്താ ഈ നവ ഉദാരവൽക്കരണ നയം എന്ന് പറഞ്ഞാൽ? ജനങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ നിന്ന് ഗവൺമെന്റ് മാറി നിൽക്കുക. അതെല്ലാം സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിക്കുക. ഗവൺമെന്റ് എന്തിനാ ആശുപത്രി നടത്തുന്നത്? മുതലാളിക്ക് ആശുപത്രി നടത്തിക്കൂടെ? അതിമനോഹരമായ ആശുപത്രി മുതലാളി ഉണ്ടാക്കും.
ഗവൺമെന്റ് എന്തിനാണ് റെയിൽവേ നടത്തുന്നത്? മുതലാളിക്ക് നടത്തിക്കൂടെ? ബ്രിട്ടൻ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചു, ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ പോവാ. ഗവൺമെന്റ് എന്തിനാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തുന്നത്? മുതലാളി നടത്തിക്കോളൂലേ. ഗവൺമെന്റ് എന്തിനാ സ്കൂൾ നടത്തുന്നത്? മുതലാളിക്ക് നടത്തിക്കൂടെ? ഗവൺമെന്റ് സ്കൂൾ ഉണ്ടെങ്കിലേ പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റൂ. ഫീസ് കൊടുക്കാതെ, സംഭാവന കൊടുക്കാതെ പഠിക്കണമെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ വേണം. സർക്കാർ സ്വകാര്യ മുതലാളിയുടെ സ്കൂളിൽ ചെന്നാൽ നിങ്ങൾ സംഭാവന കൊടുക്കണം, ഫീസ് കൊടുക്കണം. അതിന് കഴിവില്ലാത്തവൻ പഠിക്കണ്ട. അപ്പൊ ഉദാരവൽക്കരണ നയം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ള എല്ലാ മേഖലയിൽ നിന്ന് ഗവൺമെന്റ് മാറുക, മുതലാളിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ഇന്ന് ലോകം മുഴുവൻ നടക്കുന്നത്. അതാണ് അമേരിക്കയിൽ ഈ രോഗം വന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ച്. മരണസംഖ്യ ഏറ്റവും കുറഞ്ഞത് കേരളം, മരണസംഖ്യ ഏറ്റവും കുറഞ്ഞത് ക്യൂബ എന്ന സോഷ്യലിസ്റ്റ് രാജ്യം, മരണസംഖ്യ കുറഞ്ഞത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ. അതിവേഗത്തിൽ കോവിഡിനെ പ്രതിരോധിച്ച് നിർത്താൻ കഴിഞ്ഞ രാജ്യം ചൈന, വിയറ്റ്നാം. അവിടെയൊക്കെ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്, മുതലാളി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇതാണ് ഇന്നത്തെ ലോകം. ഈ ദുരന്തത്തിനെതിരായി ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ സമരരംഗത്തിറക്കി കൊണ്ടുവന്ന് സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക്, സമരത്തിലേക്ക് പോകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ മുതലാളി വർഗം ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് വർഗീയത. അതാണ് ഇന്ത്യയിൽ RSS ആയുധമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ നേരിടണ്ടേ കോൺഗ്രസ്? ബാബറി മസ്ജിദ് തർക്കം രൂക്ഷമായി വന്ന് പള്ളി പൂട്ടി 1948 കോൺഗ്രസിന്റെ ഗവൺമെന്റ്. പിന്നെ എപ്പോഴാ തുറന്നത്? 1989. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാ. നാട് മുഴുവൻ പൂജിച്ച ശിലയുമായി, ഇഷ്ടികകളുമായി ശിലാന്യാസ യാത്രകൾ നടത്തി. അയോധ്യയിലെത്തിയ ഈ RSS സംഘത്തിന് ഈ പള്ളി വളപ്പിൽ കയറി ശിലാസ്ഥാപനം നടത്താൻ അനുമതി കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ്. അന്ന് ലീഗുകാർ പള്ളിയിൽ പ്രസംഗിച്ചോ? വഖഫ് നിയമനം PSCക്ക് വിട്ട സംഭവം ഇസ്ലാമിക മതവിരുദ്ധമാണെന്ന് പറഞ്ഞ് പള്ളിയിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് അന്ന് പ്രസംഗിക്കാൻ ആഹ്വാനം ചെയ്തോ? കോൺഗ്രസിന്റെ മുന്നണിയിലായതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു. രാജീവ് ഗാന്ധി അത് ചെയ്തത് എന്തിനാണെന്നറിയോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വോട്ട് കിട്ടാൻ വേണ്ടി. അന്ന് വരെ ഈ പള്ളി കൈയടക്കാൻ കഴിയുമെന്ന് RSS കരുതിയിരുന്നില്ല. ഈ സംഭവത്തോടെ അവർക്ക് മനസ്സിലായി ഒന്നുകൂടി പിടിച്ചാൽ കിട്ടുമെന്ന്. പ്രക്ഷോഭം ശക്തിപ്പെട്ടു. 92 പള്ളി പൊളിച്ചു. അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവു. 92 അന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരണത്തിൽ. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾ വലിയ പ്രക്ഷോഭത്തിലേക്കൊന്നും പോകാതെ നാട്ടിലെ സമാധാനം തകരാതിരിക്കാൻ വേണ്ടി പക്വത കാണിച്ചു, ഉളുപ്പില്ലായ്മ കാണിച്ചു എന്നാ അതിന്റെ ശരിയായ മലയാളം. നിങ്ങൾ കോൺഗ്രസിന് ദാസ്യവേല ചെയ്തു. ഭരണം പോകുമെന്ന് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? അന്ന് അനങ്ങിയോ? പ്രതിഷേധിച്ചു സുലൈമാൻ സേഠ്. അയാളെ നിഷ്കരണം പിടിച്ച് പുറത്താക്കി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ്, അഖിലേന്ത്യാ പ്രസിഡന്റ്. അദ്ദേഹത്തെ എത്ര ദയനീയമായിട്ടാണ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് അങ്ങ് ഒഴിവാക്കിയത്. നിങ്ങൾ അതും ചെയ്യരുത്, അപ്പുറവും ചെയ്യും. ഇപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നലെ ബെനിയാന്ന് പറഞ്ഞല്ലോ, എനിക്ക് വധഭീഷണി വരുന്നുണ്ട്, പലരും ഫോണിൽ വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ടെന്ന്. ആർക്കാണ് അത്ഭുതമുള്ളത്? നിങ്ങൾ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. അതാണ് സേട്ടു സാഹിബിനോട് നിങ്ങൾ കാണിച്ചത്. അന്ന് മുതൽ RSSന് ആവേശം കൂടി, പാർലമെന്റിൽ അവരുടെ എണ്ണം കൂടി, പല സംസ്ഥാനങ്ങൾ അവരുടെ ഭരണത്തിലായി. 1998 വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടായി. 6 കൊല്ലം വാജ്പേയി ഭരിച്ചു. പക്ഷെ വലിയ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് നിയമങ്ങളൊന്നും മാറ്റാനൊന്നും പറ്റിയില്ല, ഭരണഘടന തൊടാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ അവരുടെ സ്വാധീനം പാർലമെന്റിൽ വർദ്ധിച്ചു വന്നത് വെച്ച് ഓരോന്ന് വരികയാണ്. രാമജന്മഭൂമി പ്രശ്നം അവർക്ക് അനുകൂലമാക്കി അവർ മാറ്റി. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു. ആ വിധിയുടെ യുക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അവിടെ തർക്കം? ഈ ബാബറി മസ്ജിദ് എന്ന സ്ഥാപനത്തിന് ഉടമ ആരാണ്? ക്ഷേത്രം പൊളിച്ച് പള്ളി ഉണ്ടാക്കിയതാണോ? അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥതയാണ് തർക്കം, സിവിൽ കേസാണ്. അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു. ആ സ്ഥലം 3ആയി വിഭജിച്ച്
ക്ഷേത്ര കമ്മിറ്റിക്കും പള്ളി കമ്മിറ്റിക്കും ഒക്കെ വീതം വെച്ചു കൊടുക്കണം. അതാരും അംഗീകരിച്ചില്ല. അതിൻ്റെ അപ്പീലാണ് ബാബറി മസ്ജിദ് കമ്മിറ്റി, ആക്ഷൻ കമ്മിറ്റി എല്ലാം കൊടുത്ത അപ്പീലാണ് സുപ്രീം കോടതിയിൽ വന്നത്. സുപ്രീം കോടതി കുറേ കാലം ചർച്ച ചെയ്ത് അവസാനം ഒരു വിധി കഴിഞ്ഞ കൊല്ലം. എന്താ വിധി? അത്ഭുതപ്പെട്ടുപോയി. ആ വിധിന്യായത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വിധിന്യായം വായിക്കുക. 1, 1948 പള്ളിക്കുള്ളിൽ കയറി വിഗ്രഹം വെച്ച നടപടി തെറ്റ്. 2, 92 അത് പൊളിച്ചത്, പള്ളി പൊളിച്ചത് ഗുരുതരമായ തെറ്റ്. 3, പള്ളി നിലനിന്നിരുന്ന സ്ഥലം ക്ഷേത്രം ഉണ്ടാക്കാൻ വിട്ടുകൊടുക്കേണ്ടതാണ്. എന്ത് വിധി അത്? ഈ വിധിയുടെ യുക്തി മനസ്സിലാവുന്നില്ല എന്നൊരു വിമർശനം പരസ്യമായി ഉന്നയിച്ച ഏക പാർട്ടി CPIM എന്നൊരൊറ്റ പാർട്ടിയാ. വേറെ ഒറ്റയാൾക്ക് തൻ്റെ ഇടം ഉണ്ടായില്ല. വിധിന്യായത്തെ വിമർശിക്കാം, ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. വിമർശിച്ചു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ആ ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്തു. രഞ്ജൻ ഗൊഗോയ്, ആസാംകാരന്. അത് കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പാർലമെന്റ് മെമ്പറായി നോമിനേറ്റ് ചെയ്തു. അദ്ദേഹം അത് സ്വീകരിക്കാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പാരിതോഷികം. അങ്ങനെ ഒരു രാജ്യസഭാ സമ്മേളനം ചേരുമ്പോൾ ഇയാളുടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നു രാജ്യസഭയിലേക്ക്. നോമിനേറ്റഡ് മെമ്പർ. BJP തീരുമാനിക്കാതെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യോ? അപ്പൊ ഈ വിധി വന്ന വഴി എന്താ? എങ്ങനെയാണ് BJPയും RSSും ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? അപ്പോ രാമക്ഷേത്ര നിർമ്മാണം മുദ്രാവാക്യം ഏതാണ്ട് പൂർണ്ണമായി. രണ്ടാമത്തേത് കാശ്മീർ, അവർ വിളിച്ച മുദ്രാവാക്യം ശരിയായി. ഇനി മൂന്നാമത്തേത് മധുര എന്നൊരു സ്ഥലമുണ്ട് ഉത്തർപ്രദേശിൽ. വടക്കൻ മധുര എന്ന് അറിയാൻ വേണ്ടി പറയും. തെക്കൊരു മധുര തമിഴ്നാട്ടിലുണ്ട്. ഇത് മധുര കൃഷ്ണ ജന്മസ്ഥലം, ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം. ആ മധുരയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു പള്ളിയുണ്ട്. ഗ്യാൻ വാപ്പി മസ്ജിദ് എന്നാണ് അതിൻ്റെ പേര്. അത് തൊട്ടടുത്തടുത്ത വലിയ ക്ഷേത്രം, വലിയൊരു പള്ളി. അടുത്തടുത്തായതുകൊണ്ട് അവിടെ എപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ആ രണ്ട് കെട്ടിടത്തിൻ്റെയും മധ്യത്തിലായി വലിയ ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ച് സ്ഥിരമായി പോലീസ് കാവലിരിക്കുക. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടാവാം. മധുര. കാശി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്. കാശിയിലാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസം പ്രധാനമന്ത്രി കാശി ഗംഗാ നദിയിലേക്കുള്ള ഒരു ഇടനാഴി പുതുതായി സ്ഥാപിച്ച് തുറന്ന് ഉദ്ഘാടനം ചെയ്ത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യ മതനിരപേക്ഷ രാജ്യം, ആ മതനിരപേക്ഷ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു രുദ്രാക്ഷ മാലയൊക്കെ അണിഞ്ഞ് നെറ്റി മുഴുവൻ ഭസ്മം പൂശി കണ്ടാൽ ഒരു സന്യാസിയുടെ വേഷത്തിൽ ഗംഗാ നദിയിൽ പോയി കുളിച്ച് ഇതെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്യാം. അവിടെയുമുണ്ടൊരു പള്ളി. അതിന്റെ പേര് ഗ്യാൻ വാപ്പി പള്ളി എന്നാണ്. അയോധ്യ കഴിഞ്ഞപ്പോൾ RSS വിളിച്ചു, മധുര കാശി ബാക്കി ഹേ, 2 എണ്ണം ബാക്കിയുണ്ട്, അതും ഞങ്ങൾ നേടുമെന്ന്. എന്നാൽ അയോധ്യ സുപ്രീം കോടതി വിധി കഴിഞ്ഞപ്പോൾ RSS നേതാവ്, ഇപ്പോഴത്തെ RSS ചീഫ് പറഞ്ഞു, തൽക്കാലം ഇത് മതി, മറ്റൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. 1991 നരസിംഹറാവു ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷിപ്പുൾ പ്ലേസസ് ആക്ട് എന്ന് വെച്ചാൽ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംബന്ധിച്ച ഒരു നിയമം. ആ നിയമത്തിൽ പറയുന്നത് 1947 ആഗസ്റ്റ് 15 ഇന്ത്യയിൽ ആരാധനാലയങ്ങൾ ആരുടെ കൈവശത്തിലാണോ അത് മാറ്റാൻ പാടില്ല എന്നാണ്. മുസ്ലിമിന്റെ കൈവശത്തിലുള്ളത് അവർക്ക്, ഹിന്ദുവിന്റെ കൈവശത്തിലുള്ളത് അവർക്ക്. അതിന് മേലെ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. അതിൽ നിന്ന് അയോധ്യയെ മാറ്റി നിർത്തിയെന്ന്, അയോധ്യയെ പുറത്ത് നിർത്തിയിട്ടാണ് ആ നിയമം ഉണ്ടാക്കിയത്. കാരണം അയോധ്യ തർക്കം നേരത്തെ ഉണ്ട്, അതുകൊണ്ട് അത് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കിയത്. ഇപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് BJP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ നിയമം പാസ്സാവും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആ നിയമം പാസ്സായാൽ മധുരയിലെ പള്ളി പോവും, കാശിയിലെ പള്ളി പോവും. ആർക്ക് തടയാൻ കഴിയും? UP ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന RSSനേക്കാൾ കടുത്ത വിഷമുള്ള ഒരു വർഗീയവാദിയാണ്. അദ്ദേഹം ഗോരഖ്പൂർ മഠത്തിന്റെ മഠാധിപതിയാ. കാഷായ വസ്ത്രധാരിയായി നടക്കുന്നത് കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിന് സ്വന്തം ഒരു സൈന്യമുണ്ട്. RSSനേക്കാൾ ക്രൂരമായ
വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘമുണ്ട്. അദ്ദേഹമാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അവിടെ മുസ്ലിങ്ങൾക്കൊന്നും ഒരു രക്ഷയില്ല, ക്രൈസ്തവർക്കും രക്ഷയില്ല. മതപരിവർത്തനം നടത്തുന്നത് ആരോപിച്ചുകൊണ്ട് എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളിലും കയറി ഞായറാഴ്ച കുർബാന നടത്താൻ അനുവദിക്കില്ല. അവിടെയാണ് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ വീട്ടിൽ പശുവിറച്ചി വെച്ചിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അടിച്ചു കൊന്നത്. പശുവിറച്ചി ആയിരുന്നില്ല. അവിടെയാണ് ഹത്രാസിൽ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി കൊന്നത്. ആ സ്ഥലം സന്ദർശിക്കാൻ പോയ കേരളീയനായ ഒരു പത്രപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പൻ പിടിച്ച് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലിട്ടത്. ഞങ്ങൾ ഈ ഹത്രാസിൽ പോകാൻ തീരുമാനിച്ചിരുന്നു. ഇടതുപക്ഷ MP-മാർ പോകാൻ തീയതി തീരുമാനിച്ചു. അവിടുത്തെ കലക്ടറുടെ അനുമതിയൊക്കെ വാങ്ങി. ബിനോയ് വിശ്വം, ശ്രേയംസ് കുമാർ, നമ്മുടെ പാർട്ടിയുടെ ഒരു MP ബംഗാളിൽ നിന്നുണ്ട്, ബികാഷ് രഞ്ജൻ ഭട്ടാചാർജി, അദ്ദേഹം, ഞങ്ങൾ 4 പേരാണ് പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ രാവിലെ ശ്രേയംസിൻ്റെ വീട്ടിൽ ചേർന്ന് അവിടെ നിന്ന് പുറപ്പെടാൻ പത്രക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ തീരുമാനിച്ചു. രാവിലെ പുറപ്പെടാൻ നേരത്ത് അവിടുത്തെ കലക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു, നിങ്ങൾ വരണ്ടാത്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഡൽഹിയിൽ നിന്ന് ഒരു പത്രപ്രവർത്തക സംഘം പോയതാണ്, ഈ സിദ്ദീഖ് കാപ്പൻ ഒരു സംഘവും. ഇയാൾ ഈ തേജസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ എന്തോ ഒരു ഏർപ്പാടുകാരനാണ്. എന്നാൽ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഡൽഹി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റാണ്. ഇപ്പൊ പുറത്തു വന്ന വാർത്ത എന്താ? സിദ്ദീഖ് കാപ്പൻ അന്ന് മുതൽ ജയിലില്ല. അയാൾക്ക് രോഗം വന്നു, ആശുപത്രിയിലായി. ആശുപത്രി കിടക്കയിൽ ചങ്ങലക്കിട്ടാണ് കിടത്തിയത്. ഉമ്മ മരിച്ചപ്പോൾ ഒന്ന് നാട്ടിൽ വന്ന് പോകാൻ അനുമതി കൊടുത്തു. അദ്ദേഹം ഗുരുതരമായ രോഗിയാണ്. അദ്ദേഹം തീവ്രവാദിയാണെന്നോ ഏതെങ്കിലും അട്ടിമറി സമരത്തിൽ അതൊന്നും നമുക്കാർക്കും അറിയില്ല. മലയാള മനോരമയുടെ ഒരു ലേഖകന്റെ മൊഴിയാണ് അദ്ദേഹത്തെ കേസിൽ ഉൾപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹിയിലുള്ള മലയാള മനോരമയുടെ ഒരു ലേഖകൻ, അദ്ദേഹം കൊടുത്ത മൊഴിയാണ് ഇയാൾ തീവ്രവാദിയാണെന്ന്. ഇതൊക്കെയാണ് UP-യിലെ അവസ്ഥ. ഡൽഹിക്കടുത്ത് ഗുരുഗ്രാം എന്നൊരു സ്ഥലമുണ്ട്. ഡൽഹി നഗരത്തോട് ചേർന്നുള്ളൊരു പ്രദേശമാണ്. ഡൽഹി ക്യാപിറ്റൽ റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശത്താകെ നോയിഡ, ഡൽഹി നഗരം എല്ലാം കൂടി ചേർന്നൊരു പ്രദേശമുണ്ട്. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് ഗുരുഗ്രാം. അവിടെ മുസ്ലിങ്ങൾ പൊതുസ്ഥലത്ത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വെള്ളിയാഴ്ച നമസ്കരിക്കാറുണ്ടായിരുന്നു. ആ പ്രദേശത്ത് 5 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. അവിടെയുള്ള പള്ളികളിൽ ജുമാ നമസ്കാരം നടത്താൻ സൗകര്യമില്ല. പുതിയ പള്ളി ഉണ്ടാക്കാൻ ഇവിടുത്തെ പോലെ പെർമിഷൻ കിട്ടില്ല അവിടെ. അപ്പോൾ പൊതു മൈതാനങ്ങളിൽ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ അവർ അനുമതി വാങ്ങും. ജില്ലാ ഭരണകൂടത്തോട് അനുമതി കൊടുക്കും. അത് പൂർണ്ണമായും RSS തടഞ്ഞു. ഒരു ജുമ നടത്തുന്ന സ്ഥലത്ത്, ഗവൺമെന്റ് അനുവാദം കൊടുത്ത സ്ഥലത്ത് കാളി പൂജ നടത്തി. മുസ്ലിങ്ങളെ അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ BJP-യുടെ ഒരു പ്രമുഖനായ നേതാവ് തീപ്പൊരി പ്രസംഗം നടത്തി. ആ നേതാവാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്തയാൾ. അവിടെ സ്ത്രീകളായിരുന്നു സമരത്തിൽ ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ. ആ സമരത്തിന് നേരെ ഒരു കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, ഇന്ന് ധനകാര്യ വകുപ്പിലെ മന്ത്രിയാണ്, വെടിവെക്കൂ എന്ന് പോലീസിനോട് ഡയറക്റ്റായി പൊതുയോത്ത് പറയുക, ഗോലി മാരോ, ഇവരെ വെടിവെക്കൂ. അവിടെ പ്രസംഗിച്ചൊരു BJP നേതാവിന്റെ തീപ്പൊരി പ്രസംഗമാണ് വർഗീയ കലാപം ആരംഭിച്ചത്. എത്ര ആൾ മരിച്ചു എന്ന് ഇപ്പോഴും ഒരു കണക്കുമില്ല. അയാളാണ് അവിടെയും പോയി ഈ കലാപം ഉണ്ടാക്കിയത്. ഡൽഹിയിൽ അവരൊരു മീറ്റിങ്ങിന് വന്നിരുന്നു. നമ്മുടെ പാർട്ടിയുടെ സഖാവ് ശിവദാസൻ MP ആ യോഗത്തിൽ പോയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ അവർ വിളിച്ചിട്ട് അവിടുത്തെ സ്ഥിതി പറയാൻ, എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയാൻ. നമ്മുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ട് ആ സ്ഥലം സന്ദർശിക്കാൻ പോയി. അവിടെ കോൺഗ്രസ് ഇല്ലേ? CPM-നേക്കാൾ ജനസ്വാധീനമുള്ള പാർട്ടിയാണ് ഡൽഹിയിൽ കോൺഗ്രസ്. അവർ പോയോ? രാഹുൽ ഗാന്ധി പോയോ? പ്രിയങ്ക ഗാന്ധി പോയോ? എന്തേ പോകാത്തത്? എന്താ അവരുടെ നിലപാടെന്താ? രാജ്യം മുഴുവനുള്ള ഇന്നത്തെ അവസ്ഥയാണ്. ഏക സിവിൽ കോഡാണ് ഇനി അടുത്ത ലക്ഷ്യം. മുസ്ലിങ്ങൾക്ക് പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, മുസ്ലിം പേഴ്സണൽ ലോ ഉണ്ട്, പാർസി പേഴ്സണൽ ലോ ഉണ്ട്. ഒരുപാട് മതവിശ്വാസികളുടെ പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റാണ്. ഒരു മതത്തിൻ്റെ നിയമമല്ല ഇന്ത്യയുടെ ഭരണഘടന. മതവും ഭരണഘടനയും തമ്മിൽ ബന്ധവുമില്ല. മതവിശ്വാസം വ്യക്തികളുടേത്, രാഷ്ട്രം എല്ലാ ജനങ്ങളുടേത്. രാഷ്ട്രത്തിന് മതമില്ല, ജനങ്ങൾക്കാ മതം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതെയും ജീവിക്കാം. ദീർഘകാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മതവിശ്വാസിയായിരുന്നില്ല.
അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു ദേവീദേവനും ഇന്ത്യ വിട്ടുപോയിട്ടില്ല. ഒരു നിരീശ്വരവാദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് വിശ്വാസം മനുഷ്യന്റെ മനസ്സിലാണ്. അതനുസരിച്ച് ആരാധന നടത്തുകയോ ജീവിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവനവന്റെ സൗകര്യം പോലെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. മതം ഭരണത്തിലിരുന്നുകൊണ്ട് മതം പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരു മതത്തെ അവഹേളിക്കാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. ഒരു മതത്തിൻ്റെ പേരിൽ മറ്റൊരു മതത്തെ ആക്രമിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ അംഗീകരിച്ച തത്വങ്ങളാണ്, ഈ രാഷ്ട്രത്തിൻ്റെ തത്വങ്ങളാണ്. ആ തത്വം നിലവിലുള്ളപ്പോൾ ഏക സിവിൽ കോഡ് വരണം. ഏക സിവിൽ കോഡ് വരുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച വേണമെങ്കിൽ സമൂഹത്തിൽ ചർച്ച ആരംഭിക്കാം, ജനങ്ങളോട് ചർച്ച ചെയ്യാം, അഭിപ്രായ സമന്വയം ഉണ്ടാക്കി കൊണ്ടുവരണം. ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നാൽ അത് കലാപത്തിനിടയാക്കും. എല്ലാവരിലും അഭിപ്രായം ഉണ്ടാക്കണം. അപ്പോൾ വിവാഹപ്രായം 21 നിയമം കൊണ്ടുവന്നു. ഞങ്ങൾ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് തിടുക്കം? ഏത് സ്ത്രീ ആവശ്യപ്പെട്ടു തനിക്ക് 21 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം മതി, അതിന് നിയമം വേണമെന്ന് ആരാവശ്യപ്പെട്ടു? നരേന്ദ്രമോദി പ്രസംഗിച്ചു. വിവാഹപ്രായം 21. എന്താ അതിന്റെ പിന്നിലുള്ള സൂത്രം നിങ്ങൾക്കറിയോ? മുസ്ലിങ്ങൾക്കിടയിലാണ് ശൈശവ വിവാഹം കൂടുതൽ നടക്കുന്നത്, മുസ്ലിങ്ങൾക്കിടയിലാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അനേക വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഇന്ത്യ മുസ്ലിം രാജ്യമാകും, ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകും. ഇതൊക്കെയാണ് RSS പ്രസംഗിച്ച് നടക്കുന്നത്. ഈ ജനസംഖ്യാ വിവാദം വെറുതെ ഉണ്ടാക്കുന്നതാ. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 13.5%. 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ജനസംഖ്യാ വർധനവിന്റെ ശരാശരിയിൽ കൂടുതൽ വളർച്ച ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കില്ല. മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ജനസംഖ്യാ വർധനവ് മറ്റ് സമുദായങ്ങളുടെ ജനസംഖ്യാ വർധനവിനേക്കാൾ താഴെയാണ്. ജീവിതശൈലിയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ കുടുംബ ബോധത്തിലും മാറ്റം വരുന്നുണ്ട്. ചെറിയ കുടുംബം എന്നുള്ളത് സ്വയം സ്വീകരിക്കുക, പണ്ടത്തെ പോലല്ല. പിന്നെ കുടുംബത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ഇന്ത്യയിലെ ഹൈന്ദവർക്കിടയിലും വ്യാപകമാണ്. പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലെ ആദിവാസികൾ, അതീവ ദരിദ്രരായ പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതുപോലെ പട്ടണത്തിലെ ഈ ഗല്ലികളിലൊക്കെ താമസിക്കുന്നവർ, അവർക്കിടയിലുണ്ട്. ഇതെല്ലാം സാമൂഹ്യ മാറ്റങ്ങളിലൂടെ മാത്രമേ ഈ മാറ്റങ്ങൾ വരൂ. അതിന് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണം, അവരുടെ വിദ്യാഭ്യാസം ഉയരണം. ഇതൊന്നും പരിഗണിക്കാതെ ആരോപണം ഉന്നയിക്കുക. ഗുജറാത്ത് കലാപം കഴിഞ്ഞ് കുറെ എണ്ണത്തിനെ കൊന്നല്ലോ ഈ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാണ്. അവസാനം വീടും കുടിയൊക്കെ നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾക്ക് അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാക്കി താമസിപ്പിച്ചു. നരേന്ദ്രമോദി ആ ക്യാമ്പുകളെ നോക്കി പറയാ, ഇത് സന്താനോൽപാദന കേന്ദ്രങ്ങളാണ്, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എത്ര വൃത്തികെട്ട പ്രസംഗമാണ് അയാൾ നടത്തിയത്. ഹം 5 ഹമാരാ 25, ഞങ്ങൾ 5 പേർ, ഞങ്ങൾക്ക് 25 പേർ മക്കൾ, ഒരാൾക്ക് 5 വീതം. ഈ തരത്തിൽ അപമാനിച്ച് പ്രസംഗിച്ചയാളാ അദ്ദേഹമാണ്. വിവാഹപ്രായം 21. അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കുമെന്ന് പറഞ്ഞു. ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് പുതിയ നിയമം ഉണ്ടാക്കി. ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ചു, ഈ കമ്മിറ്റി ആരോട് ചർച്ച ചെയ്തു? ഇങ്ങനൊരു നിയമം വേണ്ടെന്നുണ്ടോ എന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിച്ചോ? സാമൂഹ്യ സംഘടനകളോട് ആലോചിച്ചോ? സ്ത്രീകളുടെ സംഘടനകളുണ്ട് രാജ്യത്ത്, അവരോട് ചർച്ച ചെയ്തോ? ലോകത്തെവിടെയാണ് സ്ത്രീകളുടെ വിവാഹപ്രായം 21 ലോകത്ത് സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ച്, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച്, മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചെല്ലാം നമ്മളെക്കാൾ അറിവും ബോധവുമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിവാഹപ്രായം എത്രയാണെന്നറിയോ? ഇംഗ്ലണ്ടിൽ 18 വയസ്സാണ് വിവാഹപ്രായം സ്ത്രീക്കും പുരുഷനും. ഇംഗ്ലണ്ടിൽ, ബ്രിട്ടൻ രക്ഷിതാക്കളുടെ അനുവാദത്തോടുകൂടി 16ാമത്തെ വയസ്സിൽ വിവാഹിതരാകാം എന്നാണ് അവിടുത്തെ നിയമം. അമേരിക്കയിൽ 18 വയസ്സാണ്, ജർമ്മനിയിൽ 18 വയസ്സാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം 18ആണ്. അവിടെയൊക്കെ പറയുന്നുണ്ട് രക്ഷിതാക്കളുടെ കൺസെന്റോടുകൂടി 16 വയസ്സായ വിവാഹം ചെയ്യാം. ഇവിടെ 21 ആക്കണം. ഇത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കണ്ടേ? സമൂഹത്തോട് ചർച്ച ചെയ്യണ്ടേ? പേഴ്സണൽ ലോ എന്നൊരു നിയമം ഉള്ളപ്പോൾ അതിനെതിരാണ് ഈ നിയമം എന്ന് കണ്ടാൽ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധിക്കും. അപ്പോൾ അത് മുസ്ലിം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ഹിന്ദു മുസ്ലിം ഭിന്നത ഉണ്ടാക്കാമെന്നാണ് മോഡി കരുതിയത്. അതിനാണ് നിയമം കൊണ്ടുവന്ന്. UP ഇലക്ഷൻ വരിക, ജയിക്കാൻ പ്രയാസമാണ് BJP. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം ഭിന്നത ഉണ്ടാക്കണം. ഭൂരിപക്ഷ ജനത UPയിലും ഹിന്ദുക്കളാണല്ലോ. അതിനുവേണ്ടി വഴി അന്വേഷിച്ച് നടക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പുതിയ മരുന്നിടാൻ,
ഏക സിവിൽ കോഡിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു പാർലമെന്റിൽ ഒരു BJP മെമ്പർ, സ്വകാര്യ ബില്ല. എങ്കിലും അതിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് നിഷേധിച്ചിട്ടില്ല ഇതുവരെ. അത് പാർലമെന്റിൽ കിടക്കുക. ഇങ്ങനെ പോകുന്നു സംഘപരിവാറിന്റെ നീക്കം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാകെ ഒരു പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിരിക്കുക, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതിൽ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന് പകരം, മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന് പകരം സംഘപരിവാറിന്റെ നയങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ നയമാണ് പാർലമെന്റ് പോലും ചർച്ച ചെയ്യാതെ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. സംഘപരിവാറിൻ്റെത്. നമ്മുടെ ചരിത്ര ഗവേഷണ കൗൺസിലിനെ പൊളിച്ചെഴുതി അതിൽ മതനിരപേക്ഷ ചരിത്രകാരന്മാരെ മുഴുവൻ മാറ്റി. ഡോക്ടർ KN മണിക്കർ, അദ്ദേഹത്തിന് ഇപ്പോൾ വയ്യ, ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ചെയർമാനായിരുന്നു. അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നത്. റോമില താപ്പർ, ഇർഫാൻ ഹബീബ്, രമേശ് ചന്ദ്ര, ലോകമറിയുന്ന ചരിത്രകാരന്മാരാ. അവരെയൊക്കെ പൊളിച്ചു മാറ്റി RSS ചരിത്രകാരന്മാരെ മാത്രം വെച്ച് ICHR എന്ന് പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന സ്ഥാപനത്തെ പുനഃസംഘടിപ്പിച്ചു. അവരാണ് മലബാർ കലാപത്തിൽ മരണപ്പെട്ട 343 പേരെ സ്വാതന്ത്ര്യ പോരാളികൾ എന്ന പട്ടികയിൽ നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്ത്. ഈ RSS സംഘം, ഇവിടുത്തെ RSS പറഞ്ഞു നടക്കുന്ന അതനുസരിച്ച് അവർ റിപ്പോർട്ട് എഴുതി. ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിൽ നിന്ന് മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ആ ധീരസേനാനികളുടെ പേര് നഷ്ടപ്പെട്ടു, ഇല്ലാതാക്കി. ഇന്ത്യയിൽ മുസ്ലിം പേരുകൾ പോലും തുടച്ചു നീക്കുക എന്ന നിലയിലാണ് ഈ ഗവൺമെന്റും RSSും പോകുന്നത്. വടക്കേ ഇന്ത്യയിലെ നഗരങ്ങൾക്കെല്ലാം മുസ്ലിം പേരുകളുണ്ട്. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തൊക്കെ ഇട്ട പേരുകളാ. 5.5 നൂറ്റാണ്ട് കാലമാണ് മുഗൾ ഭരണം നിന്നത്. അതുപോലുള്ള കുറെ മുസ്ലിം ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തൊക്കെ രൂപം കൊണ്ട നഗരങ്ങളാ. ഷാജഹാൻപൂർ, അതൊരു നഗരത്തിന്റെ പേരാ. ഷാജഹാൻ എന്ന ആളുടെ പേര് മുസ്ലിം ആയതുകൊണ്ട് ഷാജഹാൻപൂർ വേണ്ട, അലഹാബാദ് വേണ്ട. ഓരോ നഗരത്തിന്റെ പേര് മാറ്റിക്കൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം എന്ന പേര് പോലും ഇന്ത്യയിൽ പാടില്ല എന്ന മട്ടിലാണ് സംഘപരിവാർ പോകുന്നത്. ഇതിനൊക്കെ ഭരണത്തെ അവർ ഉപയോഗിക്കുക. ഇതിനെ നേരിടാൻ കോൺഗ്രസിന്റെ പരിപാടി എന്താ? ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ്, അതുകൊണ്ട് ഹിന്ദുത്വമല്ല ഹിന്ദു രാജ്യമാണ് വേണ്ടത് എന്ന് ഇയാൾ പോയി പ്രസംഗിച്ചെന്തിനാ? എന്താണ് താല്പര്യം? ഉത്തർപ്രദേശിൽ പോകുമ്പോൾ ഒരു വലിയ പൊട്ട് തൊട്ട് ഗംഗാനദിയിൽ പ്രിയങ്ക ഗാന്ധി കുളിക്കാൻ പോകുന്നത് എന്തിനാ? അത് തന്നെയല്ലേ മോഡിയും ചെയ്യുന്നത്? കോൺഗ്രസിലെ മതനിരപേക്ഷതയുടെ വലിയ വക്താവായി നടന്നയാളാണ് മധ്യപ്രദേശിൽ നിന്നുള്ള പഴയ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന വേദിയിൽ ഒരു ഹോമം നടത്തിക്കൊണ്ടാണ്. ഈ കോൺഗ്രസിനെ വിശ്വസിക്കാവോ? ഈ ഒരു വാപ്പത്തിനെയാണ് നമുക്ക് നേരിടാനുള്ളത്. വർഗീയത ആളിക്കത്തിച്ച് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ മുതലാളിമാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന RSSന്റെ BJPയുടെ വർഗീയത. എന്താ ഇവർ ചെയ്യുന്നത്? നമ്മുടെ പൊതുമേഖല മുഴുവൻ വിറ്റ് തുലക്കിയ. ഇപ്പൊ അവസാനം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ NMP, നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ, 6 ലക്ഷം കോടി രൂപ, 6 ലക്ഷം കോടി രൂപ ഗവൺമെന്റിന് കിട്ടാൻ, അത് ഗവൺമെന്റിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 500 ലക്ഷം കോടി രൂപ വില വരുന്ന സമ്പത്ത് മുതലാളിമാർക്ക് 30 കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുക്കുക. അതിൽ റോഡുകളുണ്ട്. നാഷണൽ ഹൈവേ 1,60,000 കോടിക്കാണ് വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ആരെങ്കിലും ലേലം ചെയ്താൽ അവർക്ക് കൊടുക്കും. റോഡ് ഏറ്റെടുക്കുന്ന 30 കൊല്ലം പാട്ടത്തിനെടുക്കുന്ന മുതലാളി എങ്ങനെ ഇത് മുതലാക്കുക? അവിടെ കപ്പ കൃഷിയോ തെങ്ങ് കൃഷിയോ നടത്താൻ പറ്റുമോ? ആ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കും. അപ്പൊ ടോൾ ബൂത്തുകൾ കൂടും, ടോൾ ഫീസ് അവർ നിശ്ചയിക്കും. ഈ റോഡ് ഉണ്ടാക്കിയത് നികുതി പണം ഉപയോഗിച്ചാ, ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച്. അതിന് നികുതി കൊടുത്ത പാവപ്പെട്ടവന് നാളെ റോഡിലൂടെ പോകണമെങ്കിൽ ഈ മുതലാളിക്ക് പാട്ടം കൊടുക്കണം. ഇതാണ് BJP ഭരണം. കോൺഗ്രസ് എതിർക്കുന്നുണ്ടോ? തുറമുഖങ്ങൾ പാട്ടത്തിന് കൊടുക്കാൻ പോവുക, വിമാനത്താവളങ്ങൾ പാട്ടത്തിന് കൊടുക്കാൻ പോവുക, നാഷണൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഈ വൈദ്യുതിയുടെ ട്രാൻസ്മിഷൻ ലൈൻ, അതിന്റെ ട്രാൻസ്മിഷൻ ലൈൻ പാട്ടത്തിന് കൊടുക്കാൻ പോവുക, BSNLന്റെ മുഴുവൻ ടവറുകളും പാട്ടത്തിന് കൊടുക്കാൻ പോവുക, ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെ 2 പ്രധാന സ്റ്റേഡിയങ്ങൾ പാട്ടത്തിന് കൊടുക്കാൻ പോവുക, 400 റെയിൽവേ സ്റ്റേഷനും 150 തീവണ്ടികളും പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക.
എന്താ നരേന്ദ്രമോദി പറയുന്നത്? ബിസിനസ് നടത്തലല്ല ഗവൺമെന്റിന്റെ ജോലി, ഗവൺമെന്റ് ഭരണം നടത്തിയാൽ മതി, ബിസിനസ്സൊക്കെ മുതലാളിമാർ നടത്തട്ടെ. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് എന്താവും? സർക്കാർ ആശുപത്രികളും സർക്കാർ സ്കൂളുകളൊക്കെ മുതലാളിമാരെ ഏൽപ്പിച്ചാൽ കേരളത്തിൽ ഇന്ന് 5 വയസ്സ് പൂർത്തിയാവുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. 5 വയസ്സായാൽ ആ കുട്ടി സ്കൂളിലെത്തും. അതിന്ന് വലിയ ഫീസും സംഭാവനയും കൊടുക്കുന്ന സ്കൂൾ നോക്കി പോകുന്നില്ല. സർക്കാർ സ്കൂൾ എവിടെയാണ് നോക്കിയിട്ടാ പോണ്? അവിടെയാണ് നല്ല വിദ്യാഭ്യാസം, യൂണിഫോം സൗജന്യം, ഉച്ചഭക്ഷണം, ഇനി പ്രഭാത ഭക്ഷണവും. എത്ര നല്ല നിലയിലാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അതൊക്കെ മുതലാളിമാർ ഏൽപ്പിച്ചു കൊടുക്കുന്ന നയത്തിലേക്ക് മാറിയാൽ നിങ്ങളുടെയൊക്കെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും? എന്താവും നമ്മുടെ ഭാവി? അതാണ് ഈ ഭരണം. ഈ നയത്തെ ഏതിനെങ്കിലും ഒന്നിനെ കോൺഗ്രസ് എതിർക്കുന്നുണ്ടോ? നമ്മളെല്ലാ പൊതുയോഗത്തിലും നവ ഉദാരവൽക്കരണത്തെ, സ്വകാര്യവൽക്കരണത്തെ എതിർത്ത് പ്രസംഗിക്കും. കോൺഗ്രസിന്റെ നേതാവ് വന്നാൽ എപ്പോഴെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? ഈ വർഗീയ ശക്തികളെ നേരിടുന്നതിന് നാനാജാതി മതസ്ഥരായ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെ പ്രത്യേകം മാറ്റി നിർത്തി ആരാധനാലയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വർഗീയ പ്രചാരവേല നടത്താൻ പോയാൽ എന്താവും നമ്മുടെ ഭാവി? വഖഫ് പ്രശ്നം മുൻനിർത്തിയിട്ട് പള്ളി പ്രസംഗിക്കാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്യുക. എന്താവും അതിന്റെ അവസ്ഥ? മുസ്ലിം ലീഗ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു പ്രഖ്യാപനം വന്നതാണ് വിവാദമായത്. ആരാധനാലയങ്ങളെ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിച്ചാൽ അതിൻ്റെ ആപത്ത് എന്താണെന്ന് നമ്മുടെ നാട് കണ്ടു. ആരാധനാലയങ്ങളെ ആസ്പദമാക്കി രാഷ്ട്രീയം കളിച്ചതാണ് അയോധ്യ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മധുര, കാശി, ഇതെല്ലാം ഇതിനെ മതനിരപേക്ഷതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് നേരിടുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. പൗരത്വം പോലും മതാടിസ്ഥാനത്തിലാക്കാനാണ് BJP ഗവൺമെൻറ് ഇപ്പോൾ നിയമം ഉണ്ടാക്കിയത്. നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ആ നിയമപ്രകാരം തെളിയിക്കപ്പെടണം. അതിന് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കണം. കേരളത്തിലെ ഗവൺമെൻറ് അത് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല ഗവൺമെൻറ്റുകളും പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ നടപടിയിലേക്ക് വരാത്തത്. പക്ഷേ ഇവർ കൂടുതൽ ശക്തിപ്പെട്ടാൽ പൗരത്വ രജിസ്റ്ററും വരും. രജിസ്റ്റർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖയും എൻ്റെ കയ്യിലുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് പൗരത്വം കിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ
ഈ രാജ്യത്ത് ജനിച്ചവരാണ് എന്ന് തെളിയിക്കാനുള്ള രേഖ കൂടി ഞാൻ ഹാജരാക്കണം. എൻ്റെ കയ്യിലില്ല. അവർ ഇന്ത്യയിൽ ജനിച്ചതാണെന്ന് എനിക്കറിയാം. അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല, ജനന സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല. എവിടെ പോയാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? പുതിയ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ പിതാവ് മാതാപിതാവ് ഒരു 70-80 വയസ്സിൻ്റെ താഴെയുള്ളവരായിരിക്കാം. അതിനേക്കാൾ കൂടുതൽ പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ 100 കൊല്ലത്തിനപ്പുറോ 80 കൊല്ലത്തിനപ്പുറോ 90 കൊല്ലത്തിനപ്പുറം ഉള്ളവരായിരിക്കാം. അവരുടെ ജന്മസ്ഥലം ഏതാണെന്ന് തെളിയിക്കാനുള്ള രേഖക്കായി നിങ്ങൾ എവിടെ പോകും? എത്രയാൾ പരിഭ്രാന്തരായി ഓടണം? എത്രയാൾ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങണം? കേരളത്തിൽ ഇതെല്ലാം നമുക്ക് പറഞ്ഞു നടക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു അന്തരീക്ഷമുണ്ട്. കാരണം കേരളത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം സുശക്തമാണ്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു നടക്കാം. പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്നാൽ ഇതുമായി ചെല്ലാൻ പറ്റുമോ? ആരോട് പോയി ചോദിക്കാൻ? ഇത്രയും ഭീഷണി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പരസ്പര സൗഹാർദ്ദത്തോടെ ജീവിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ആരാധനാലയങ്ങളെ രാഷ്ട്രീയ താല്പര്യത്തിൽ ഉപയോഗിക്കാൻ പോയാൽ നമ്മുടെ നാട് എവിടെ ചെന്ന് നിൽക്കും? അതല്ലേ ലീഗ് ചെയ്തത്? നിങ്ങൾ എപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നുണ്ടോ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മതത്തെ ഉപയോഗിക്കും. സ്വന്തം താല്പര്യത്തിന് മതത്തെ ഉപയോഗിക്കുക. സ്വന്തം ജീവിതത്തിൽ ആ മതവുമായി അവർക്ക് പുലബന്ധം പോലുമില്ല. ഞാൻ അതിൻ്റെ കഥയൊന്നും നിങ്ങളോട് പറയുന്നില്ല, ഇവിടെ നാറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്ടിരിക്കുന്ന. പണ്ടൊരു ബഹുഭാര്യത്വ വിവാദം ഉണ്ടായിരുന്നു 1984. ബഹുഭാര്യത്വ വിവാദം, വിവാഹ മോചനാനന്തരം സ്ത്രീക്ക് ജീവനാംശം നൽകണോ വേണ്ടയോ എന്നൊരു തർക്കം. ഞാൻ ആ വിവാദത്തിലേക്കൊന്നുമല്ല പോണത്. സഖാവ് EMS അക്കാലത്തൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയതിന് EMSനെ തെറി വിളിച്ചുകൊണ്ട് ഇവർ നടത്തിയ ജാഥയിലെ മുദ്രാവാക്യം ഓർമ്മിക്കുന്നുണ്ടോ? പിണറായിയെ ചെത്തുകാരൻ്റെ മകനെന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ജാഥ നടത്തി കോഴിക്കോട്ട്. അതിൽ 2 ചെറുപ്പക്കാർ വിളിച്ച മുദ്രാവാക്യം ഞാൻ വീഡിയോ കണ്ടു. കത്തിക്കും കത്തിക്കും പച്ചക്ക് കത്തിക്കുന്നു മുഖ്യമന്ത്രിയെ 2 ചെറുപ്പക്കാർ വിളിക്കുക. മറ്റുള്ളവർ വിളിച്ച മുദ്രാവാക്യം അതിലേറെ നാണം കെട്ട മുദ്രാവാക്യ. ഇതുപോലുള്ള മുദ്രാവാക്യം കോഴിക്കോട് ജില്ലയിലും കേരളത്തിലെ ചില ഭാഗങ്ങളിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു 50-60 കൊല്ലങ്ങൾക്ക് മുമ്പ് വടകര താലൂക്കിലെ നാദാപുരം, കുറ്റ്യാടി ആ മേഖലയിൽ കുറെ ഭൂപ്രമാണിമാരുണ്ടായിരുന്നു. അവിടെ കർഷക തൊഴിലാളി യൂണിയൻ വന്ന് ഞങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം വേണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടപ്പോൾ തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊരു സംഘം ആളുകൾ പോയി. അതിൽ ലീഗും കോൺഗ്രസും ഒക്കെ ഉണ്ടായിരുന്നു. തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കുമെന്ന്. ആ സംസ്കാരത്തിന്റെ അവശിഷ്ടമാണ് ഇപ്പോഴും ലീഗിന്റെ പ്രകടനത്തിലെ മുദ്രാവാക്യം ഉയർന്നു കേൾക്കുന്നത്. അതേ രീതിയിലാണ് 84 നമ്മൾ കേട്ടത്. 1 കെട്ടും 2 കെട്ടും, കെട്ടിയ പെണ്ണിനെ മൊഴിയും ചൊല്ലും, EMSന്റെ ഓളയും കെട്ടുന്നു. ഓർമ്മയുണ്ടോ? അതിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ലജ്ജിക്കുന്നുണ്ടോ? ആ മുദ്രാവാക്യത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ ഈ രീതിയിലുള്ള അരാജകത്വം വേണമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഒരു സ്ത്രീ ഉണ്ടോ? ഒരു പുരുഷനുണ്ടോ? എത്ര വൃത്തികെട്ട മുദ്രാവാക്യം വിളിച്ച്! ഇതുപോലുള്ള മതത്തെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി കൊണ്ടുവരിക എന്ന അപകടകരമായ രാഷ്ട്രീയ കളി അധികാരം നഷ്ടപ്പെടുമ്പോൾ ലീഗ് എപ്പോഴും എടുക്കുന്നത്. അധികാരത്തിലുള്ളപ്പോൾ അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അധികാരത്തിലുള്ളപ്പോൾ പക്വത കാണിക്കും. അതാണ് 92 ഡിസംബർ 6 പള്ളി വിളിച്ചപ്പോൾ പക്വത കാണിച്ചു. കോൺഗ്രസിന്റെ മുന്നണി പൊളിയാൻ പാടില്ല, അതിൽ നിന്നു കൊടുത്തു. പിന്നെയോ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പക്വത കാണിച്ചു, വിമാനം കിട്ടിയില്ല വോട്ട് ചെയ്യാൻ അവിടെ എത്താൻ. മുത്തലാഖ് ബില്ല് പാർലമെന്റിൽ വലിയ വിവാദം നടക്കുമ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആയി പോയി, പക്വത കാണിച്ചു. സംഘപരിവാറിനോട് ഏറ്റുമുട്ടാൻ ധൈര്യം കാണിക്കുന്നില്ല. കോൺഗ്രസിന്റെ അവസരവാദ നിലപാടിൽ കൂട്ടുനിൽക്കുക. ഇത് എവിടേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോവുക? ആരാധനാലയങ്ങളെ എങ്ങനെയാണ് RSS ഉപയോഗിക്കുന്നത് എന്നതിന് 100 തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതേ രീതിയിൽ മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകാൻ ലീഗ് ശ്രമിച്ചാൽ ഈ കേരളത്തിൽ അതുണ്ടാക്കുന്ന ആപത്തെന്താ? അതാണ് സാമുദായിക സംഘടനകൾ പലരും പക്വമായ നിലപാട് സ്വീകരിച്ച് അതിനവരെ അധിക്ഷേപിക്കുക. ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കണം. കേരളം
ഇന്ത്യ രാജ്യത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ വലിയ പുരോഗതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോവുകയാണ്. അതിനെ ശക്തിപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എല്ലാ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവുമാണ് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ ഉറച്ച നിലപാട് LDF-നെ ശക്തിപ്പെടുത്താൻ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം.